നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ സാക്ഷ്യം ദൈവത്തിൻ്റെ മകൻ എന്ന സാക്ഷ്യം, ദൈവത്തിൻ്റെ മകൾ എന്ന സാക്ഷ്യം. ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾ ദൈവ മക്കളാണോ എന്ന ചോദ്യം. യേശുവിന് കിട്ടിയ സാക്ഷ്യം 30-ാമത്തെ വയസ്സിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല, ഒരു കുരുടനെ സൗഖ്യമാക്കിയിട്ടില്ല. എന്തിനാണ് പറയുന്നു? ആരുടെയും പനി പോലും ആരും മാറ്റിയിട്ടില്ല, യേശു മാറ്റിയിട്ടില്ല. പക്ഷേ യേശു കൽപ്പനയനുസരിച്ച് സ്നാനജലത്തിലിറങ്ങി പുറത്തേക്ക് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ തൻ്റെ മേൽ ആവസിക്കുമ്പോൾ സ്വർഗം തുറന്നൊരു സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. അപ്പോൾ ആരാ ദൈവത്തിൻ്റെ പ്രിയ മക്കൾ? കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ. ഒരു സുവിശേഷ യോഗമായതുകൊണ്ടും ഞാനൊരു സുവിശേഷകനായതുകൊണ്ടും കർത്താവിനെ കണ്ടുമുട്ടിയവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ജനം ഹല്ലേലൂയ കർത്താവിനെ സേവിച്ചവരും സ്നേഹിക്കുന്നവരും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. പക്ഷേ എൻ്റെ ഈ ശബ്ദവീജിക്കുള്ളിൽ ആരെങ്കിലും ഇന്നോ നാളെയോ വരും ദിവസങ്ങളിലോ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവേ എന്ന് നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ അവിടുത്തെ കൽപ്പനയായ യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കപ്പെട്ട് ക്രിസ്തു ജീവന്റെ പുതുക്കത്തിലായതുപോലെ ഒരു ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് യേശുവിലുള്ള വിശ്വാസത്താൽ സ്വീകരിക്കുന്ന വിശ്വാസ സ്നാനം നിങ്ങൾ ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്ത് സ്നാനജലത്തിലേക്ക് ഇറങ്ങി യേശു കർത്താവെന്ന് പരസ്യമായി വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സ്വീകരിച്ചു പുറത്തു വരുന്ന യേശുവിന് കിട്ടിയ പേരാ ഇവൻ എൻ്റെ. ആരാ കർത്താവിൻ്റെ പ്രിയപുത്രൻ? കൽപ്പനയനുസരിക്കുന്നവർ, ദൈവവചനം അനുസരിക്കുന്നവരുടെ പേരാ ബിലോവഡ് സൺ, പ്രിയപുത്രൻ എന്ന് പറയുന്നു. ആണ് മഹായോഗത്തിൻ്റെ പ്രത്യേകത. നാം പറയുന്ന ആള് കൂടുന്ന യോഗമല്ല മഹായോഗം. വേദപുസ്തകം പറയുന്ന മഹായോഗത്തിൽ വെറും 2 പേരെ ഉള്ളായിരുന്നു. 3 പ്രാവശ്യമാണ് ആവർത്തന പുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ അത് എടുത്തു പറയുന്നത്. അന്ന് മോശയെ കാണുവാൻ ദൈവം ഇറങ്ങി വന്നു. അതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് മഹായോഗമുണ്ടായിരുന്നെന്നാണ്. ദൈവവും ദൈവവചനം കേൾക്കാനും എഴുതിയെടുക്കുവാനും ഒരാൾ തയ്യാറാണെങ്കിൽ ആ യോഗത്തിൻ്റെ പേരാ മഹായോഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് പൊട്ടി വീഴുന്ന തിരുമൊഴികളെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിലേക്ക് കുത്തിക്കുറിച്ചെടുക്കുവാൻ ഒരുവൻ തയ്യാറായാൽ ഇന്നും ഈ യോഗത്തിൻ്റെ പേര് മഹായോഗം എന്നാണ്. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 51-ാമത് വാക്യം പ്രാരംഭമായി വായിച്ച് ഹല്ലേലൂയ സുപരിചിതമായ ഒരു ചിന്തയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നിയോഗം നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിനെ, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. മതി. സ്തോത്രം. യേശു ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിന് ആ മനുഷ്യൻ നൽകുന്ന ഉത്തരവുമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ വചന പ്രമേയത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ഒരു കുരുടനെ കണ്ടുമുട്ടുകയാണ്. ആ കുരുടനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? വളരെ സാവകാശം നാം ഈ വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുകയാണ്. യേശു അവനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം ഇത്രമേ ഉള്ളൂ, നിന്റെ ആഗ്രഹം എന്താണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാ മാന്യ ദൈവദാസിദാസന്മാരോടും ഈ ശബ്ദവീഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ ദേശക്കാരോടും ആത്മാർത്ഥമായി തുറന്ന ഭാഷയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതയാത്രയിലെ ആഗ്രഹം എന്താണ്? നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ഇന്ന് രാത്രി അറിയണം. ഈ മണ്ണിൽ നമുക്ക് ജനിച്ച് ജീവിക്കുവാൻ വളരുവാൻ ലഭിച്ച ഒരു ചെറിയ ആയുസ്, 50, 60, 80, 100 ആയിക്കൊള്ളട്ടെ, ആയുസിൻ്റെ ദൈർഘ്യം നമുക്കറിയാത്തത് കൊണ്ട് ഏതായാലും 2025 ജനുവരി മാസം 5-ാം തീയതി വരെയെങ്കിലും ജീവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്, വചനത്തിൽ കൂടെ ചോദിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി നിങ്ങളുടെ ആഗ്രഹം ചോദിച്ചാൽ വ്യത്യസ്തമായ ആഗ്രഹമായിരിക്കാം നാം പറയുന്നത്. 90 വയസ്സുള്ള 100 വയസ്സുള്ള അപ്പച്ചനോടും എന്താണ് പ്രാർത്ഥനാ വിഷയം എന്ന് ചോദിച്ചാൽ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല മനുഷ്യർക്ക്. എന്തെങ്കിലും വാങ്ങിയാൽ ഇനിയും വാങ്ങാനുള്ള ആർത്തി. അല്ല, ആഹാരം കഴിച്ചാൽ കഴിച്ച് കൊതി തീർന്നിട്ടില്ല. വസ്ത്രം ധരിച്ചാൽ ഒന്ന് മാറി ധരിച്ച് കൊതി തീർന്നിട്ടില്ല. ഈ മണ്ണിലുള്ള ഒരു മഹത്വവും അനുഭവിച്ചും ആസ്വദിച്ചിട്ടും ആർക്കും ഇന്ന് വരെ തൃപ്തി വരാത്തൊരു സമയത്ത് ഹല്ലേലൂയ എന്താണ് എനിക്ക് വേണ്ടതെന്നൊരു ഉത്തരം കൊടുക്കുവാൻ നാം തപ്പി നടക്കുമ്പോൾ ഇതാ തുറന്ന ഭാഷയിൽ ഒരു മനുഷ്യൻ പറയുന്നു, എനിക്ക് കണ്ണു തുറന്ന് കിട്ടണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ
ആഗ്രഹങ്ങളെ ഈ മണ്ണിൽ പൊട്ടിമുളയ്ക്കുന്ന ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഉയരത്തിലെ കാഴ്ചപ്പാട് പ്രാപിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അസാധാരണമായ വെളിപ്പാടുകൾ നമുക്ക് തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. വേദപുസ്തകത്തിൽ ധാരാളം വ്യക്തികളോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചതും അവരുടെ ഉത്തരം പറഞ്ഞതും നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചന കേൾവിയുടെ പ്രാരംഭ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളെയും എൻ്റെ ആഗ്രഹമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹമായി മാറണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇനി വാക്യങ്ങളൊന്നും വായിക്കേണ്ട, പറയുന്ന വാക്യം മാത്രം വായിച്ചാൽ മതി. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശലോമോൻ, ദാവീദിന് ശേഷം ശലോമോൻ രാജാവായി മാറി. കാലം കണ്ട, ചരിത്രം കണ്ട ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ, ഏറ്റവും വലിയ അറിവുള്ള മനുഷ്യൻ, ഏറ്റവും ധനമുള്ള മനുഷ്യൻ, എല്ലാവരാലും ആദരിക്കപ്പെട്ട മനുഷ്യൻ. ശലോമോൻ രാജാവായി തൻ്റെ 40ാമത്തെ ജന്മദിനം ഏകദേശമാണ് രാജാവാകുന്നത്. അവന് ഗിബയിൽ വെച്ച് ദൈവം പ്രത്യക്ഷനായി എന്നാണ് വായിക്കുന്നത്. അവൻ്റെ ഒരു ബർത്ത്ഡേ പോലെ നമുക്ക് ആഘോഷമാണ്. അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായിട്ട് ശലോമോനോട് ചോദിക്കുന്നു, നിന്റെ ആഗ്രഹം എന്താണ്? നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു. ദൈവം തന്നെ ചോദിക്കുകയാണ്, എന്താ ആഗ്രഹം? തുറന്നു പറഞ്ഞു. നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഇന്ന് രാത്രി നിങ്ങൾ എന്ത് പറയും? ആകെ കൺഫ്യൂഷനായി ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ട് നിങ്ങളെ ഓരോരുത്തരുടെയും തോളിൽ തട്ടിയിട്ട്, കുഞ്ഞേ, മകനെ, മകളെ, നിങ്ങളുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഞാൻ പറയും, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ നമുക്കറിയാം, ഒരുമാതിരിപ്പെട്ട കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥനയിൽ കൂടെ പുറത്തു വരാറുണ്ട്. പക്ഷേ ശലോമോൻ എന്താ പറഞ്ഞത്? ദൈവമേ, ഈ മഹാജനത്തെ ന്യായം ഭരിക്കാൻ അല്ലെങ്കിൽ ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകം എനിക്കില്ല. എൻ്റെ അപ്പൻ ധനാട്യനാണ്, എൻ്റെ അപ്പന് കഴിവുണ്ട്, അപ്പന് സൈന്യമുണ്ട്, സമ്പൽ സമൃദ്ധമായ ഇസ്രയേൽ രാജ്യമാണ് ഞാൻ ഭരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം പോലും ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അറിവ്, പ്രാപ്തി എനിക്കില്ല. ദൈവത്തിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ദൈവത്തോട് പറഞ്ഞ് എനിക്കൊരു ജ്ഞാനം വേണം, വിവേകമുള്ള ഹൃദയം വേണം. ദൈവം ഉടനെ പറഞ്ഞ പദം ഇതാണ്, സാധാരണ രാജാക്കന്മാർ എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ശത്രു സംഹാരം ചോദിക്കാറുണ്ട്, സമ്പത്ത് ചോദിക്കാറുണ്ട്, അവർ അനുഗ്രഹങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ നീ ചോദിച്ചത് ജ്ഞാനമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട്, ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം ചോദിക്കണം. സമ്പത്ത് കൊണ്ട് തൃപ്തി തരുവാൻ കഴിയാത്ത, ഈ മണ്ണിലെ മഹത്വം കൊണ്ട് തൃപ്തി തരുവാൻ കഴിയാത്ത, ഈ ലോകത്തിലെ നേടിയെടുക്കുന്ന സൈന്യത്തിനോ സമ്പത്തിനോ ആരോഗ്യത്തിനോ ബലത്തിനോ ധനത്തിനോ മാനത്തിനോ തരുവാൻ കഴിയാത്ത തൃപ്തി ഉയരത്തിലെ ജ്ഞാനത്തിന് തരുവാൻ കഴിയും. ആ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. എന്താ ജ്ഞാനം? അല്ലെങ്കിൽ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സർവശക്തനെ കുറിച്ചുള്ള അറിവാണ് വിവേകം. എനിക്ക് ദൈവത്തെ അറിയാമെന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ജ്ഞാനികൾ വേറെ ആരുമില്ല. ഹല്ലേലൂയ. ഈ ദേശത്തോട് ഞാൻ പറയുന്നു, യേശുവിനെ അറിയണം. വന്നു കയറിയപ്പോൾ വളരെ മനോഹരമായി യേശുവിൻ്റെ അവദാനത്തെ കീർത്തിക്കുന്ന ഗാനങ്ങൾ ദൈവദാസിദാസന്മാർ ആലപിക്കുന്ന കേട്ടു. യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ഈ മണ്ണിൽ ഇന്നോ രാത്രിയും ഞങ്ങൾക്ക് ഉയർത്തുവാൻ മറ്റൊരു നാമമില്ല, അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. യേശുവിനെ എനിക്കറിയാം എന്ന് പറയുന്നവരാണ് ജ്ഞാനി. ഹല്ലേലൂയ. അപ്പോൾ തന്നെ വചനം പറയുന്നു, ദൈവമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ പേരാണ് ഭോഷൻ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. കാണുന്ന, ചരിക്കുന്ന, ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന, ഹല്ലേലൂയ, സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അറിവകത്തില്ലെങ്കിൽ അവനെ പോലെ ഭോഷനാരുമില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, അത്യുന്നതനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മെ വീണ്ടെടുത്ത് നമുക്ക് പുത്രത്വം നൽകി രാജ്യത്തിലാക്കി ദൈവത്തിൻ്റെ മക്കളാക്കി ഓഹരിക്കാരാക്കി അവകാശം തന്ന് നമ്മെ ഉറപ്പിച്ച് വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാകട്ടെ. മറ്റൊരിക്കൽ വേറൊരാളോട് ചോദിച്ചു, നിനക്കെൻ്റെ ആഗ്രഹമെന്ന്. എസ്തേറിനോടാണ് ചോദിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ്, ഒരു സ്ത്രീ രത്നമാണ് എസ്തേർ. അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് നടന്നു കയറുന്ന അഹശ്വേരോശ് എസ്തേറിനോട് അഹശ്വേരോശ് രാജാവ് ചോദിക്കുന്നു, എസ്തേർ രാജ്ഞി, നിന്റെ ആഗ്രഹം എന്താണ്? 127 സംസ്ഥാനങ്ങളാണ്, 29ഓളം സംസ്ഥാനങ്ങളെ നാം പാർക്കുന്ന ഈ ബൃഹത്തായ ഭാരതത്തിനുള്ളൂ.
അപ്പം നോക്കണമല്ലേ, കേരളത്തിൻ്റെ 14 ജില്ലകളുണ്ട്, 127 ഹിന്ദുദേശം മുതൽ കൂശ് വരെ ഒരുപോലെ വിസ്തൃതമായി പരന്നു കിടക്കുന്ന ഈ രാജ്യത്തിൻ്റെ അധിപതിയാണ് ചോദിക്കുന്നത്, നിനക്ക് എന്തു വേണം? എന്നിട്ട് എടുത്തു പറഞ്ഞു, രാജ്യത്തിൻ്റെ പകുതിയാണേലും, ചുരുക്കം പറഞ്ഞാൽ ഏകദേശം 63-64 സ്റ്റേറ്റ് എഴുതി കൈ തരാമെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ എപ്പോൾ 5 സെൻറ്റിന് വേണ്ടി അടിയുണ്ടാക്കുന്ന കാലഘട്ടമാണ്. നമ്മളാണെങ്കിൽ ഇത് എപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയെന്ന് ഓർത്താൽ മതി. പക്ഷെ അവൾ പറഞ്ഞത്, ഞാനിവിടെ സ്ഥലക്കച്ചവടം നടത്താൻ വന്നതല്ല, ഞാനിവിടെ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പുറത്ത് വേറൊന്നും കൂടെ കെട്ടിപ്പൊക്കിയിട്ട് അതിൻ്റെ മഹത്വം കണ്ട് കണ്ണിഞ്ഞ് മഞ്ഞളിച്ച് ഇവിടെ നിൽക്കാൻ വന്നതല്ല. എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ ജനം വിടുതൽ പ്രാപിക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്? ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ, ഞാൻ കൊട്ടാരതുല്യമായ, ഞാൻ ഭൗതികമല്ല പറയുന്നത്, ഞാൻ പറയുന്ന ഒരു പ്രസംഗത്തിനകത്തും നിങ്ങൾ ഭൗതികത്തിന് മാർക്കിടല്ലേ. ഞാൻ പാർക്കുന്ന സ്വർഗസിംഹാസനത്തിനകത്ത്, ഞാൻ പാർക്കുന്ന സ്വർഗസ്ഥലം, ഞാൻ അനുഭവിക്കുന്ന ആത്മസന്തോഷം, ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവ്, ഞാൻ കണ്ടു വളരുന്ന ദൈവവചനം, ഞാൻ കേൾക്കുന്ന ദൈവിക ദൂതുകൾ, അതിൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കുമ്പോൾ, ഇതില്ലാതെ വാളിന് വായ്ത്തലയായി അഗ്നി നരകത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തെ ഞാൻ പുറത്ത് കാണുന്നു. അവരുടെ വിടുതലാണ് എന്റെ ലക്ഷ്യമെന്ന സ്വപ്നമുള്ള എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? അവർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇത് മതം മാറുന്ന പരിപാടിയല്ലല്ലോ, ഇത് ക്രിസ്തു എന്ന മാർഗത്തിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ ഉന്നതമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതാ വിശുദ്ധ തിരുവെഴുത്തെന്ന് പറയുന്നത്. ഹല്ലേലൂയ. പാപത്തിന്റെ ദാസന്മാരായിരിക്കുന്നവരെ നീതിയുടെ ദാസന്മാരായി മാറ്റുന്ന, ലോകമോഹത്തിൽ നിൽക്കുന്നവർ സ്വർഗ സ്നേഹികളായി മാറുന്ന, അത്യുന്നതന്റെ മക്കളായി മാറുന്ന, പിശാചിന്റെ പിടിയിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് നിത്യനാശത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് നാശകരമായ കുടിയിൽ നിന്ന് ഉയർത്തിയെടുത്തിട്ട് ഒരു പാറമേൽ നിൽക്കുന്നത് പോലെ ആത്മീയ ഉന്നതിയിൽ നിർത്തിയിട്ട് അതരത്തിൽ ദൈവത്തിന് സ്തോത്രം പറയുന്ന, സ്തുതി കൊടുക്കുന്ന മാർഗമാ യേശുവിന്റെ നാമം. അതെ, ചിലരും കൂടെ ഇന്ന് രാത്രി ഈ കെട്ടിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതാണ് എൻ്റെ ആശ. ഹല്ലേലൂയ. ഈ പ്രദേശങ്ങളിൽ സുവിശേഷ യോഗം നടത്തുന്നതിൽ ഉദ്ദേശം മറ്റൊന്നുമല്ല, IPC കർമ്മേൽ സഭയുടെ പേര് വിസ്തൃതമാക്കുവാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് നല്ല ചെലവുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. അത്യധ്വാനം ചെയ്ത ദൈവദാസന്മാരുണ്ട്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച സഹോദര കുടുംബങ്ങളുണ്ട്. ഇവരൊക്കെ നാട്ടിലെന്തെങ്കിലും പേര് സ്ഥാപിക്കാൻ വേണ്ടി അല്ല അവരിത് ചെയ്യുന്നത്. ചിലരും കൂടെ കർത്താവിനെ കണ്ടുമുട്ടണം, ചിലരുടെ യേശുവിനെ അറിയണം, ചിലരും കൂടെ ദൈവത്തെ രാജ്യത്തിന് ഓഹരിക്കാരായി മാറണം. പ്രാർത്ഥിച്ചപ്പോൾ ദൈവദാസൻ ഓർപ്പിച്ചു, ചിലരെ പേരും കൂടെ ജീവ പുസ്തകത്തിൽ എഴുതണം. രക്ഷിക്കപ്പെടുന്ന ചിലരെ ഇന്ന് രാത്രി സ്വർഗം കണ്ടുകൊണ്ടാണ് ഈ സുവിശേഷത്തിന്റെ വിത്തുകൾ ഈ ദേശത്ത് വാരിയെറിയുന്നത്. കാലത്തിന്റെ പഴക്കത്തിൽ ചക്രം തിരിയുമ്പോൾ, യേശുവിന്റെ വരവ് താമസിക്കുമ്പോൾ ഈ ചിലതിനെ കൂടെ ക്രിസ്തുവിന് ആദായപ്പെടുത്തുമെന്ന ഉറപ്പുള്ള എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? നമ്മുടെ പ്രയത്നം ക്രിസ്തുവിൽ വൃഥാവല്ല. ഹല്ലേലൂയ. നെഹമ്യാവിനോട് ഹല്ലേലൂയ രാജാവ് ചോദിക്കുന്നു. ഹല്ലേലൂയ. രാജാവിൻ്റെ ചോദ്യം ഇതാണ്. നെഹമ്യാവ് വളരെ ഉന്നതമായ ജോലിയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. രാജാവിൻ്റെ ഹല്ലേലൂയ അർത്ഥകഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. അല്ല, രാജാവ് കുടിക്കുന്ന വീഞ്ഞിൻ്റെ രുചി നോക്കുന്ന, രാജാവിൻ്റെ ഭക്ഷണകാര്യങ്ങൾ കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ജീവൻ്റെ വില ഇവൻ്റെ അതരത്തിലാണ് ഇരിക്കുന്നത്. ആ മനുഷ്യനാണ്, നല്ല ഉന്നത ജോലിയുള്ള മനുഷ്യനാണ്. പക്ഷേ ശൂഷൻ രാജധാനിയിൽ നിന്നുകൊണ്ട് മുഖം ഇങ്ങനെ വാടി നിൽക്കുന്ന കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, നെഹമ്യാവേ, എന്താ നിന്റെ ആശ? ആ ചോദ്യത്തിനകത്ത് ഇത്രയേ ഉള്ളൂ, നിന്റെ മുഖത്തിൻ്റെ വാട്ടം മാറ്റാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ജോലി തന്നാൽ മതിയോ? ശമ്പളം കൂട്ടി തന്നാൽ മതിയോ? അടുത്ത സ്ഥാനക്കയറ്റം തന്നാൽ മതിയോ? പക്ഷെ നെഹമ്യാവ് പറഞ്ഞു, എൻ്റെ ആശ കേൾക്കണമോ? എൻ്റെ ആഗ്രഹം കേൾക്കണമോ? ഞാൻ ഈ കയ്യിൽ മട്ടൂറുന്ന ഈ പാനീയം പിടിക്കുമ്പോഴും രാജാവിൻ്റെ ചുണ്ടോടടുപ്പിച്ച് രാജാവിന് സ്വാദിഷ്ടമായ ഈ നന്മ കൊടുക്കുമ്പോഴും എൻ്റെ ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന ഒരു വേദനയുണ്ട്. ഒരു കൂട്ടം ജനം അവരെങ്ങനെ ആയിരിക്കുന്നു? മതിലില്ലാതെ, അല്ലെങ്കിൽ വാതിലില്ലാതെ തുറന്ന ജീവിതം പോലെ ശത്രു കയറി മേയുന്ന ആത്മീയ ലോകത്തെ കണ്ടുകൊണ്ടാ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇതൊരു ആത്മീയ സന്ദേശമാണ്. ദൈവസഭയുടെ കെട്ടടിഞ്ഞു കിടക്കുന്നു, ദൈവസഭയുടെ മതിലിടിഞ്ഞു കിടക്കുന്നു. പാട്ടുണ്ട്, കൊട്ടുണ്ട്, ആരാധനയുണ്ട്, തപ്പുണ്ട്, താളമുണ്ട്, പാസ്റ്ററുണ്ട്, വിശ്വാസിയുണ്ട്, എല്ലാം ഉണ്ട്. സഭയ്ക്കൊരു കുഴപ്പമില്ല. പക്ഷെ സഭ ലോകത്തിലേക്ക് തുറന്നു കിടക്കുക. ആർക്കും വന്നു കയറാം, ആരെയും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി എനിക്കൊരു ആഗ്രഹമുണ്ട്, സഭയുടെ ഇടിഞ്ഞ മതിലുകൾ പണിയണം, സഭയുടെ വെന്ത വാതിലുകൾ വീണ്ടും പണിയണം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആശയുണ്ട്? ശത്രു കയറി ഇറങ്ങുന്ന, ദുഷ്ടൻ കയറി മേയുന്ന, ലോകം കയറുന്ന, അന്യായത്തങ്ങളെ പിടിച്ചു കെട്ടുന്ന ഒരു കെട്ടുപാട് ഇന്ന് രാത്രി ദൈവസഭയ്ക്കുണ്ടാകണം.
ഒരു ഉപദേശത്തിന്റെ മതിൽ കെട്ടിപ്പൊക്കുവാൻ, വിശുദ്ധിയുടെ മതിൽ കെട്ടിപ്പൊക്കുവാൻ, ഹല്ലേലൂയ, നുഴഞ്ഞു കയറുവാൻ, ഇഴഞ്ഞു കയറുവാൻ, പതുങ്ങിക്കിടക്കുന്ന അശുദ്ധ ശക്തികളെ തടുത്തു നിർത്തുന്ന ഒരു സംരക്ഷണയുടെ വേലി കെട്ടിപ്പൊക്കുവാൻ ദൈവസഭയ്ക്ക് വചനത്തിന്റെ വാതിലുകൾ, ഹല്ലേലൂയ, അതാ എൻ്റെ ആഗ്രഹം. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കും, സാറേ അങ്ങയുടെ ആഗ്രഹം എന്താ? ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട്, ഹല്ലേലൂയ, സ്നാനപ്പെട്ട് ദൈവകൃപയിലായി സുവിശേഷത്തിൻ്റെ വക്താവായി മാറി നാടുനീളെ സഞ്ചരിച്ച് സുവിശേഷം, ഹല്ലേലൂയ, ജനത്തോട് നേരിട്ട് കൈമാറുന്ന പൗലോസ്, സഭകൾ സ്ഥാപിക്കുന്ന പൗലോസ്, വാക് വൈഭവമുള്ള പൗലോസ്, ഇവിടെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ പ്രസംഗം ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന് ആധികാരികതയോടെ, വാക്ചാതുര്യത്തോടെ, ഹല്ലേലൂയ, തരം തിരിച്ച് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കത്തക്കവണ്ണം വാക് വൈഭവമുള്ള പൗലോസ്, വക്കീലന്മാരുടെ മുമ്പിൽ വാദിച്ച് ജയിക്കത്തക്കവണ്ണം അറിവുള്ള പൗലോസ്, സന്നഗതിരി സംഘത്തെ മുൾമുനയിൽ നിർത്തത്തക്കവണ്ണം ചോദ്യശരങ്ങൾ ഉന്നയിക്കുന്ന അതേ പൗലോസ്, ഹല്ലേലൂയ, ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് വചനനിശ്ചയം പ്രാപിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നത ബിരുദാനന്തരങ്ങൾ നേടിയെടുത്ത നല്ല തലക്കനമൊക്കെ വെക്കേണ്ട മനുഷ്യൻ, പക്ഷേ ഏകദേശം തൻ്റെ ശുശ്രൂഷയുടെ 30ാമത്തെ വർഷം, ശ്രദ്ധിക്കണം, ശുശ്രൂഷയുടെ 30ാമത്തെ വർഷം. അത് പറയുമ്പോൾ എനിക്കും ഭയമാണ്. കാരണം ഞാനും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് വചനം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. അത് കേൾക്കുമ്പോൾ എനിക്കും പേടിയാണ്. അവിടെ നിന്നുകൊണ്ട് ഫിലിപ്പ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഫിലിപ്പ് ലേഖനം എഴുതിയത് രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേന്ന് നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ ഇരുന്നു കൊണ്ടല്ല, താൻ എഴുതിയത് റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ്. താൻ എന്താ പറയുന്നത്? ഞാൻ ഇന്ന് വരെ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാ. താൻ ഇങ്ങനെ പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം പ്രാപിക്കണം. എന്താ പൗലോസേ, 21 ലേഖനം എഴുതിയിട്ടും മതി വരുന്നില്ല, പ്രസംഗം പ്രസംഗിച്ചിട്ടും മതി വരുന്നില്ല, കാരാഗ്രഹത്തിൽ കൈകൊട്ടി പാട്ടുപാടിയിട്ട് മതി വരുന്നില്ല. എൻ്റെ ഒരു അകത്താഗ്രഹമുണ്ട്, വല്ലവിധേനയും ഈ മണ്ണിൽ ഒതുങ്ങിപ്പോകാതെ ഈ മണ്ണിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് ചലിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനായി എനിക്ക് മാറണം. അതാ ദൈവമക്കളെ നമ്മുടെ സ്വപ്നം. അടുത്ത വർഷം ഇതിലും മെച്ചമായ ഒരു കൺവെൻഷൻ നടത്താമെന്ന് കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നതല്ല നമ്മുടെ സ്വപ്നം. അവസരമുണ്ടെങ്കിൽ ഇതിലും നന്നായി നടക്കട്ടെ. അടുത്ത വർഷക്കാലമല്ല, ഇതിലും മെച്ചമായ ഒരു ഭവനം പണിയണം. ദൈവം പണം തന്നാൽ പണിതോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സ്വപ്നം അതല്ല. നമുക്കൊരു സ്വപ്നമുണ്ട്, കല്ലറയ്ക്കപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട്. ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് ഞാൻ കടന്നു പോകും, ഞാൻ ഈ മണ്ണ് വിട്ടു പോകും. ഹല്ലേലൂയ, പാട്ടുകാരൻ പാടിയല്ലോ, ദേവദാസന്മാർ പാടിക്കേൽപ്പിച്ചല്ലോ, കൊടുങ്കാറ്റുള്ള ഒരു വനദേശത്താ എന്നെ തനിച്ചു വിടല്ലേ, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അക്കരെ നാടോട് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന, എൻ്റെ വലങ്കരം പിടിക്കുന്ന ഒരുവനെ എനിക്കറിയാം. ഇന്ന് രാത്രി ഈ അറിവുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വപ്നം, ഞങ്ങൾ ഒരു നാൾ ഈ മണ്ണ് വിട്ടു പോകും, നിത്യമായ പ്രകാശത്തിലേക്ക്, ശോഭിത തീരത്തിലേക്ക്, അക്കരെ നാട്ടിലേക്ക്, വാഗ്ദത്ത നഗരങ്ങളിലേക്ക് ഞങ്ങൾ നടന്നു കയറും. അതിൽ കുറഞ്ഞൊരു സ്വപ്നം ഞങ്ങൾക്കില്ല. അതെ, ഇന്ന് രാത്രി നമ്മുടെ ആഗ്രഹങ്ങളെ, ഈ താഴേക്കിടയിലുള്ള ആഗ്രഹങ്ങളെ ഉന്നതമായ ഊഷ്മളമായ ആഗ്രഹങ്ങളിലേക്ക് നാം കൊണ്ടെത്തിക്കേണ്ട കാലഘട്ടമാണ്. ഈ സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ്. മുഖവരെ ഞാൻ പറഞ്ഞത് വചനത്തിൽ കൂടി ആയതുകൊണ്ട് എനിക്കതിൽ ഖേദമില്ല. ഞാൻ മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. മർക്കോസ് 10-ാം അധ്യായത്തിൽ കാണുന്ന ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. 7 പ്രാർത്ഥനകളാണ് മർക്കോസ് 10-ാം അധ്യായത്തിലുള്ളത്. വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല, എൻ്റെ സമയപരിധിയിൽ എനിക്ക് നിൽക്കണമല്ലോ. ഇവിടെ അവസാനമായി കാണുന്നത് ബർത്തിമായി എന്നൊരു കുരുടൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് 3.5 വർഷത്തിനുള്ളിൽ 39ഓളം അല്ലെങ്കിൽ പ്രകടമായ പ്രത്യക്ഷമായ അത്ഭുതങ്ങളാണ് യേശു ഈ മണ്ണിൽ ചെയ്തത്. അതിൻ്റെ അർത്ഥം 39 അത്ഭുതമല്ല യേശു ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇതിന് എണ്ണം പറയാൻ കഴിയത്തില്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അത്ഭുതങ്ങളും യേശു ചെയ്തു. എന്നാൽ വിവരിക്കാൻ സമയം പോരാത്തത് കൊണ്ട് അത് എഴുതിയിട്ടില്ല. അന്ന് തുടങ്ങിയ അത്ഭുതം ഇന്നും യേശു തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ദൈവമക്കളാ എൻ്റെ തൊട്ട് മുമ്പിലുള്ളത്. ഞാൻ നിങ്ങളും ജീവിക്കുന്നതൊരു അത്ഭുതം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം പറയാൻ എന്തെങ്കിലും കാരണം വേണം. നമ്മളിങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുക. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി കർത്താവ് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. 31-ാം തീയതി സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ആവശ്യത്തോടെ ഇരിക്കുക. ഞാനൊരു 10-30 വർഷമായിട്ട് 31-ാം തീയതി സാക്ഷ്യമുള്ള സ്ഥലത്തല്ല പാർക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല സാക്ഷിയൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു.
സാക്ഷിയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവമേ അങ്ങ് ആഗ്രഹിച്ചതുപോലൊന്നും ജീവിക്കാൻ നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തോടെ പറഞ്ഞിട്ട് കർത്താവ് ശേഷിക്കുന്ന ഒരു വർഷം തന്നാൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്നും ആകാൻ പോകുന്നില്ല. ഇന്നലെ ഞാൻ ഇവിടുത്തെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 31-ാം തീയതി രാത്രി ഞാൻ എൻ്റെ സഭയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വളരെ സന്തോഷം, വലത്ത് കാല് വെച്ചോ ഇടത്ത് കാല് വെച്ചോ 2 കാലും വെച്ചോ ഒക്കെ നിങ്ങൾ 25-ലോട്ട് കയറിക്കോ, എനിക്കൊരു ആരുടെയും തലേ കയറായിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല, കയറിക്കോ. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ കുഞ്ഞമ്മ തന്നെ വീട്ടിൽ കാണും ഭാര്യയായിട്ട്. ഹല്ലേലൂയ. അവറാച്ചൻ തന്നെ ഭർത്താവായിട്ട് വീട്ടിൽ കാണും. സാബുവും ഷിബുവും മോളിയും സോളിയും ഒക്കെ മക്കളായിട്ട് കാണും. അവരൊന്നും 25 പുതുതായിട്ട് മാറാനൊന്നും പോകുന്നില്ല. ആകെ മാറുന്നത് മനോരമ കലണ്ടർ മാത്രം. മനോരമ കലണ്ടറോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും കലണ്ടറോ മാറത്തുള്ളൂ. പിന്നെ മാറ്റം വരേണ്ടത് നമുക്കാണ്. പുതുവർഷത്തിൽ എന്തെങ്കിലും മാറ്റം വരേണ്ടത് എൻ്റെ ചുറ്റുപാടും സാഹചര്യവും കട്ടവും നിന്നയും അപമാനം മാറുമെന്നല്ല, എനിക്കൊരു മാറ്റമുണ്ടാകും. 2024 പോലെ ഒരു ജീവിതമല്ല, ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ കേൾക്കാത്ത ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമായി ഞാൻ മാറും എന്ന മാറ്റമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. യേശു അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പിന്നീട് ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ശ്വാസം വിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം പറയാൻ വേണ്ടി പിന്നെ വേറെ ഒന്നും തിരക്കി നടക്കണ്ട. 150 സങ്കീർത്തനങ്ങളുണ്ട്. അത് സങ്കീർത്തനം അത് എഴുതിയ സമയം വെച്ചൊന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്, കാനോനിക പ്രകാരം അടുക്കും ചുറ്റോടെ വന്നപ്പോൾ അങ്ങനെ വന്നുപോയി. ഏതായാലും കിട്ടിയത് നന്നായിരിക്കുന്നു. തുടക്കത്തിൽ എങ്ങനെ നടക്കരുതെന്നാണ് പറഞ്ഞത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിക്കൊണ്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ജീവനുള്ളതൊക്കെയും. 150-ാം സങ്കീർത്തനം 6-ാം വാക്യം, ജീവനുള്ളതൊക്കെയും മേലോട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഈ പിള്ളേരോടൊക്കെ ചോദിക്കാറുണ്ട്, രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെല്ലാം, എനിക്ക് 3 ആൺപിള്ളേരുള്ളതാണ്, എന്തെല്ലാം നിർദ്ദേശങ്ങൾ, മോനെ അവിടെ നിൽക്കരുത്, ഇവിടെ ഇരിക്കരുത്, അങ്ങോട്ട് കയറരുത്, വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ. പക്ഷെ ഇന്ന് വരെ ഒരു അപ്പനും അമ്മയും പറയുന്നത് കണ്ടിട്ടില്ല, മോനെ സ്കൂളിൽ ചെല്ലുമ്പോൾ ശ്വാസം വിടാൻ മറന്നു പോകരുത്. ആരെങ്കിലും പറഞ്ഞാണ് വിടുന്നത്. ആഹാരത്തെക്കാൾ ആഹാരമില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെയൊക്കെ പിടിച്ച് നിൽക്കാം, വെള്ളമില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുടിച്ചാൽ മാറും. പക്ഷേ 2 മിനിറ്റ് ശ്വാസം പിടിച്ച് നിന്നല്ലോ ആ വിവരം അറിയും, ആരും ഒന്നും പറയണ്ട. അപ്പം നമ്മൾ പിള്ളേർക്കൊന്നും നിർദ്ദേശം കൊടുക്കാറില്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന അപ്പച്ചനോട് പോലും പറയത്തില്ല ആഞ്ഞു വലിയപ്പച്ച, വലിയപ്പ എന്നല്ല, ആഞ്ഞു വലിയപ്പ എന്നാരും പറയാറില്ല. കാരണം വലിക്കേണ്ടത് അവർക്ക് സ്വന്തമായിട്ടല്ല. അത് ജനിച്ച നാൾ തൊട്ട് ശ്വാസോച്ഛ്വാസം മനുഷ്യൻ്റെ ജീവിത ഭാഗമാണ്. അപ്പൊ അങ്ങനാണെങ്കിൽ സ്തോത്രം പറയേണ്ടത് ആരാ? ജീവനുള്ളതൊക്കെയും. ഇന്ന് രാത്രി മൂക്കിൽ ജീവശ്വാസമുള്ള സകലരും മതിമറന്ന് ദൈവത്തിന് സ്തോത്രം പറയണം. 100 രോഗം ശരീരത്തിൽ കണ്ടേക്കാം, 100 വേദന കണ്ടേക്കാം. 2024 പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയെന്ന് വരത്തില്ല, സ്വപ്നം കണ്ടതൊന്നും നടന്നെന്ന് വരത്തില്ല, ആഗ്രഹിച്ചതിന്റെ വക്കോളം എത്തിക്കാണത്തില്ല. ഹല്ലേലൂയ. കട്ടതിയുടെ കഠിന ശോധനയായിരിക്കാം. എന്നാൽ ഈ മണ്ണിൽ ഹല്ലേലൂയ മരണത്തെ ജയിച്ച് എനിക്ക് ശ്വാസം വിടുവാൻ തമ്പുരാൻ കൃപ തന്നതോർത്ത് എത്ര പേർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. 30 ലക്ഷത്തോളം ആൾക്കാർ ഹല്ലേലൂയ കണ്ണിൽ പെടുവാൻ കഴിയാത്ത ഒരു കൊച്ചു വൈറസ് നിമിത്തം ഹല്ലേലൂയ മരണത്തോട് ഈ മണ്ണിലേക്ക് മറഞ്ഞുപോയ കാഴ്ചയുടെ ദൃക്സാക്ഷികളാണ്. നിങ്ങളൊരു ചരിത്ര പുരുഷന്മാരാണ്, മറന്നു പോകരുത്. 1-ാം ലോകമഹായുധം കാണുവാൻ നിങ്ങളില്ലായിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിന്റെ തിക്തഭാഗങ്ങളോ ആറ്റം ബോംബിന്റെ അണുബോംബിന്റെ പ്രസരങ്ങളോ കാണുവാൻ നിങ്ങളില്ലായിരുന്നു. എന്നാൽ അതിനേക്കാൾ മാരകമായി ഹല്ലേലൂയ പച്ച ജീവനോടെ ഇരിക്കുന്ന മനുഷ്യരെ സ്വന്തമായി കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാതെ, മരിച്ചവരെ കുഴിച്ചിടുവാൻ കഴിയാതെ, ഒരുമിച്ച് കൂടുവാൻ കഴിയാതെ ഒരു ചരിത്രം 4 വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്നു. നാം അതിന്റെ ദൃക്സാക്ഷികളാണ്. ജീവനുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദേശനിവാസികളെ, ഇന്ന് രാത്രി ജീവനുള്ളവർക്ക് അതരം തുറന്ന് പറയാം, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് ഇന്ന് രാത്രി നമ്മുടെ പഠന ചിന്താ വിഷയത്തിലേക്ക് വരുന്നത്. യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, കുരുടർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, ചെകിടരെ സൗഖ്യമാക്കി, ഊമന്മാരെ സംസാരിപ്പിച്ചു, മുടന്തരെ നടത്തിയിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ കൂമ്പാരം തന്നെ യേശുവിൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ആവർത്തിക്കുന്നു, യേശു ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. അവൻ പ്രകൃതി ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നവനാണ്. യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. യേശുവിന് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുണ്ട്. ഞങ്ങളുടെ ദൈവം അധികാരമുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അങ്ങനെ യേശു ഒരിക്കൽ എരിഹോ എന്ന പ്രദേശത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരു
ഒരു കുരുടനാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ കണ്ട വേദപുസ്തകത്തിൽ അഡ്രസ്സുള്ള 2 ഭിക്ഷക്കാരേ ഉള്ളൂ. ബാക്കി സാധാരണ ആൾക്കാരൊക്കെ അഡ്രസ്സ് ഇല്ല. ഒന്ന് ലാസർ എന്ന ഒരു ദരിദ്രനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പനുറുക്കുകളൊക്കെ കിട്ടാൻ വേണ്ടി ധനവാന്റെ വീട്ടുവാതിക്കൽ കിട്ടുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. അവനും പേരുണ്ടായിരുന്നു ലാസറൻ. ഇവിടെയും കുരുടന്മാരുടെ പല കുരുടന്മാരെയും യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്, പല മുടന്തരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അവരുടെ ആരുടെയും പേര് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. പേരൊന്നും അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ പേരുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നും, നിങ്ങൾ ഉത്തരം കൂടെ പറഞ്ഞ സന്തോഷമാണ്. പേര് കളയാതിരിക്കുന്നത് നല്ല കാര്യം. ഉള്ള പേര് കളയാതിരുന്ന നല്ലത്. പേരുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഹല്ലേലൂയ. പക്ഷെ ഉള്ള പേര്, ജീവപുസ്തകത്തിൽ പേരുണ്ടോ? സ്തോത്രം. കേമന്മാരുടെ ലിസ്റ്റിലൊന്നും പെട്ടില്ലെങ്കിലും, 4 പേര് അറിയപ്പെടുന്നവരായില്ലെങ്കിലും, 4 പേരുടെ കയ്യടി ഒന്നും കിട്ടിയില്ലെങ്കിലും, എൻ്റെ പേര് ആർക്കും മായ്ച്ചു കളയാതെ ഉയരത്തിലെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ഭക്തന്മാരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരെ യേശു ഇങ്ങനെ പട്ടണത്തിലൊക്കെ രോഗികളെ സൗഖ്യമാക്കാൻ വിട്ട് അവർ പോയി ഈരണ്ടായിട്ട് 2 പേര് കൈയൊക്കെ പിടിച്ച് 35 ടീമാണ് ഹല്ലേലൂയ നാട് മുഴുവൻ സുവിശേഷ പ്രവർത്തനത്തിന് പോയത്. പോയ വഴിക്ക് ഇവന്മാർക്ക് ഭയങ്കര സന്തോഷം. ഒറ്റ ശാസന ഭൂതം പുറത്താകുന്നു. ആരുടെങ്കിലും കൈവച്ച രോഗികൾ സൗഖ്യമാണ്. നമ്മളാണെങ്കിൽ വിളിച്ച് സ്റ്റേജിൽ കൊണ്ട് നിർത്തിയിട്ട് പേരെന്താ ചാക്കോച്ച എപ്പോഴാണ് വന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളാണ് പരസ്യം കൊടുത്തത്. ഇവർക്ക് അതൊന്നും പറ്റത്തില്ലല്ലോ, യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. യേശു പറയും മിണ്ടിപ്പോരെന്ന് പറയും, ശാസിക്കും. അതുകൊണ്ട് അങ്ങനെ വന്നില്ല. പിന്നെ ഇവർക്ക് അകത്ത് കിടന്ന് ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവന്മാർ കിടന്ന് ഭയങ്കര ചാട്ടമാണ്. വന്നിട്ട് പറഞ്ഞു, കർത്താവേ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നു, നിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. നമുക്ക് ഊഹിക്കാനുള്ളത് പത്രോസ്, അന്ത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമേ, മത്തായി തുടങ്ങി എന്തിനേറെ പറയുന്നു, കള്ളനായി യൂദ വരെ കിടന്ന് ചാട്ടമാണ്. അല്ലെങ്കിൽ അപ്പം യൂദ പ്രാർത്ഥിച്ചാലും ആര് സൗഖ്യമാകും? എൻ്റെ കൂട്ടത്തിലുണ്ടേ, ഞാൻ പോകുമ്പോൾ ഇതിലേ അങ്ങ് പൊക്കോളാം, പണങ്ങണ്ട. ഹല്ലേലൂയ. യൂദ യേശുവിൻ്റെ കൂടെ ഉള്ള കാലത്ത് സ്തോത്രാഴ്ച പാത്രത്തിൽ നിന്ന് പൈസ വാരി പോക്കറ്റിൽ ഇട്ടിട്ട് പുട്ടടിക്കുമ്പോഴും, പഴയ മലയാളമാണ് പറയുന്നത്, അന്നേരവും ഈ പുള്ളി പ്രാർത്ഥിച്ചിട്ട് ആര് സൗഖ്യമായി? അതുകൊണ്ട് രോഗശാന്തിയും ഭൂതശാന്തിയും കണ്ടുകൊണ്ട് എല്ലാം ആത്മീയമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാ രോഗസൗഖ്യവും എല്ലാ ഭൂതശാന്തിയും എല്ലാ അത്ഭുതവും അടയാളങ്ങളും ദൈവികമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പറയുന്നവന്റെ ചെയ്യുന്നവന്റെ ജീവിതം കൂടെ നോക്കണം. ഹല്ലേലൂയ. ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. അങ്ങനെ ഇവർ തുള്ളിച്ചാടുകയാണ്. ലൂക്കോസ് 10:18 കാണുന്നുണ്ട്. ഇവർ മേഴോട്ടും താഴോട്ടും. യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. നല്ല കാര്യം. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സാത്താൻ മിന്നൽ പോലെ കിഴക്ക് നിന്ന് വെറ്റേറ്റ് വീഴുന്നത് ഞാൻ കണ്ടു, അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ചാട്ടം, നിങ്ങളുടെ തുള്ളൽ രോഗശാന്തിക്ക് വേണ്ടി അല്ല കൈയടിക്കേണ്ടത്. നമുക്ക് കൈയടിക്കാമെന്ന് പറഞ്ഞ് രോഗശാന്തിക്ക് വേണ്ടി അല്ല കൈയടിക്കേണ്ടത്. കൈ അടുപ്പിക്കേണ്ടത് അതിനു വേണ്ടിയല്ല. ഭൂതം പുറത്തായതിനല്ല കൈയടിപ്പിക്കേണ്ടത്. പിന്നെ എന്തിനാ നിങ്ങൾ ചാടേണ്ടത്? പിന്നെ എന്തിനാ തുള്ളത്? നിങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവീൻ. ഇന്ന് രാത്രി എൻ്റെ സന്തോഷം അതാ, അധമകൂപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൽ പുത്രത്വം നൽകി ഓഹരിക്കാരനാക്കിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഇതിനൊക്കെ ദൈവത്തിന് നന്ദി പറയണം. പാപിയായി ഞാൻ ജീവിച്ചു, ഇപ്പോൾ പാപത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവം എന്നെ സ്നേഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യേശു കടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ മനുഷ്യൻ വഴിവക്കിൽ നിന്ന് ഇരിക്കുകയാണ്. ഭിക്ഷയാചിക്കുന്ന മനുഷ്യൻ. സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 46 മുതൽ 52 വരെയുള്ള ചരിത്രമാണ്. അല്ലേ? 5 കാര്യങ്ങൾ എനിക്ക് പറയണം. എത്ര പറയുവാൻ പറ്റുമെന്ന് അറിയത്തില്ല. വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇവൻ പോകുമ്പോൾ, യേശു കടന്നു പോകുമ്പോൾ, അവൻ ഇത് യേശുവാണെന്ന് കേട്ടിട്ട്, കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, പക്ഷേ യേശുവാണെന്ന് കേട്ടു. ജനത്തിൻ്റെ ഒരു ആരവം. യേശു എവിടെ പോയാലും ആൾ കൂടാറുണ്ട്. യേശു എവിടെ പോയാലും ആൾക്കൂട്ടമാണ്. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകുന്ന, അത്ഭുതങ്ങൾ നടക്കുന്ന ആൾക്കൂട്ടമാണ്. ആരവം കേട്ടപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലായി ഈ കടന്നു വരുന്നത് യേശുവാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ ചിന്ത, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രി യേശു ഈ വഴിയായി കടന്നു പോകുന്നുണ്ട്. ഇന്ന് രാത്രി യേശു ഈ പന്തലിൽ കൂടെ, യേശു ഈ പട്ടണത്തിൽ കൂടെ, യേശു ഈ തുമ്പോവൻ താഴെ ഭാഗത്തു കൂടെ, യേശു നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. യേശു കടന്നു പോകുന്നത് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന, എൻ്റെ അടുക്കൽ കടന്നു വരുന്ന എൻ്റെ വീട്ടിലുള്ള യേശുവിനെ അറിയണം. യേശുവിനെ അറിയുന്നതാ ഞാൻ ഓർപ്പിച്ച പോലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് യേശുവാണെന്ന് മനസ്സിലായപ്പോൾ ഒറ്റക്കരച്ചില, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണം. അല്ലടി, എന്തൊരു വെളിപ്പാടത്. അല്ലല്ലേ? യേശു ആരാണെന്നുള്ള വെളിപ്പാട് ഇവന് കിട്ടിയിരുന്നു. അവൻ പഠിച്ച തോറയ്ക്കകത്തായിരിക്കാം,
അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അന്ധനായിട്ടായിരിക്കും അവൻ പിറന്നു വന്നത്. പക്ഷേ ഹല്ലേലൂയ, അവൻ കേട്ടിട്ടുണ്ട് ഹല്ലേലൂയ, ആലയത്തിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആൾക്കാർ വായിച്ചു കേട്ട തോറയിലെ ഭാഗങ്ങൾ മശിക മണ്ണിൽ പിറന്നു വീഴും എന്നുള്ള പദമായിരിക്കാം. മശികായുടെ 5 പുത്രത്വങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ 5 പുത്രത്വങ്ങൾ. ഒന്ന്, യേശു അബ്രഹാമിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ തുടങ്ങുന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അബ്രഹാമിന്റെ പുത്രത്വം യേശുവിന്റെ 1ാമത്തെ പുത്രത്വമാണ്. എന്താ അത്? അനുഗ്രഹത്തിന്റെ പുത്രത്വമാണ്. ഹല്ലേലൂയ. യേശു സകലർക്കും പിതാവ്, ഞാനല്ലോ സകലർക്കും പിതാവ് എന്നുള്ള യേശുവിന്റെ പൈതൃകവും യേശുവിന്റെ പിതൃത്വവും യേശുവിന്റെ ഹല്ലേലൂയ അവകാശവും സ്ഥാപിച്ചെടുക്കുകയാണ് യേശു അബ്രഹാമിന്റെ മകനായ യേശുവിനെ കുറിച്ച്. ജഡപ്രകാരമല്ലെന്ന് നിങ്ങൾക്ക് ഹല്ലേലൂയ അറിവുള്ള ദൈവമക്കൾക്ക് മനസ്സിലാകും. 2, ഈ മനുഷ്യൻ വിളിച്ചതുപോലെ യേശു ദാവീദ് പുത്രനാണ്. യേശുവിൻ്റെ അധികാരമാണത് കാണിക്കുന്നത്. അല്ലെ, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ വേരും വംശമായ യേശുവിൻ്റെ രാജത്വത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശു അധികാരമുള്ളവൻ. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന യേശു, ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ, യേശു അധികാരമുള്ളവനാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ സമാപന സന്ദേശം അങ്ങനായി മാറിയത്. ഈ മണ്ണ് വിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ അരുമ ശിഷ്യന്മാരെ ഒലിവുമലയുടെ താഴെ വിളിച്ചു കൂട്ടിയിട്ട് നാം അറിയുന്ന ഗ്രേറ്റ് കമ്മീഷൻ, ഏറ്റവും വലിയ ദൗത്യമായ സ്നാനത്തെക്കുറിച്ച്, ശിഷ്യത്വത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനായിരുന്നു. മത്തായി 28, 18, 19, 20 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു അധികാരമുള്ളവനാണ്, ദാവീദ് പുത്രൻ. 3, യേശു മനുഷ്യപുത്രനാണ്. അവിടെയാണ് മാനവജാതിയെ തേടി ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്നത്. ഫ്രൈസ് കടലിയ. നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം എന്താണ്? കയ്യിരിക്കുന്ന കുറച്ച് കാശ് പോയാൽ പിന്നെയും കുറച്ച് നാളൊക്കെ നിലവിളിച്ചാലും എങ്ങനെയെങ്കിലും അധ്വാനിച്ചുമൊക്കെ നമുക്ക് കാശൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ നിലയിൽ നിന്നൊന്നും താഴാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ നിലയിൽ നിന്നും നമുക്കൊന്നും താഴാൻ പറ്റത്തില്ല. പക്ഷേ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പേരെന്താ? ഹോരേബിലെ കത്തുന്ന മുൾപ്പുറപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം സ്വയം പരിചയപ്പെടുത്തുന്ന മോശയ്ക്ക്, എനിക്കൊരു പേരുണ്ട്, വേറെ ആർക്കും പകരം വെക്കാൻ പറ്റാത്ത ഒരു പേര്, ഞാനാകുന്നവൻ. ഞാനെന്ന് പറഞ്ഞ ഞാനല്ലാതെ വേറൊരാൾക്ക് ഞാനാകാൻ പറ്റത്തില്ല. അതാ അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ, എന്ത് ആശിക്കുന്നോ, എന്ത് ചൂണ്ടിക്കാണിക്കുന്നോ അത് ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്ക് പോകാൻ പറ്റും? പക്ഷേ മോശ അതങ്ങ് ഏറ്റെടുത്തു. പിന്നീട് മോശയ്ക്ക് മനസ്സിലായി, വിശക്കുമ്പോൾ അവൻ ആഹാരമായി ഇറങ്ങി വന്നു. അല്ലല്ലേ, കൊടും ചൂടിൽ അവൻ മേഘത്തണലായി ഇറങ്ങി വന്നു. കൊടും ശൈത്യത്തിൽ അഗ്നി തൂണായി ഇറങ്ങി വന്നു. ചെങ്കടൽ വഴി തുറക്കുന്നവനായി അവൻ ഇറങ്ങി വന്നു. മാറായെ മധുരമാത്തിന് ഇറങ്ങി വന്നു. തീക്കൽ പാറയിൽ നിന്ന് ജലം പുറപ്പെടുക ഇറങ്ങി വന്നു. യേശു ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി നമുക്ക് വിളിച്ചു പറയാൻ പറ്റും. ദൈവദാസന്മാരിവിടെ പാടിയെന്ന് തോന്നുന്നു, അവൻ എനിക്കെല്ലാമാണ്. യേശു ആരാ? അവൻ എനിക്കെല്ലാമാണ്. അവൻ എനിക്ക് സകലത്തിനും മതിയായവനെന്നാ പറയേണ്ടത്. ആ യേശു ഞാനാകുന്നവൻ, ഞാൻ അല്ലാതായി മാറിയതാ കാൽവറി എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞാനിവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഏഴയാണ്, പൊടിയാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കാറില്ല അങ്ങനെ? പിന്നെ അവസരം കിട്ടിയ ഉപവാസപാതനക്കൊക്കെ വെച്ച് കത്തിക്കാറുണ്ട്. കർത്താവേ, ഞാൻ ഏഴയാണ്, പൊടിയാണ്. എല്ലാ രാജ്യവും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ ഏഴയാണ്, പൊടിയാണ്, കൃമിയാണെന്നൊക്കെ പറയും. ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിക്കും, കർത്താവേ ഈ കൃമിയോട് മനസ്സിലാണെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവമാണ്. ഞാൻ വിളിക്കും, എന്നെ ഏഴയെന്ന് വിളിക്കും, പൊടിയെന്നും മഴയൊക്കെ വിളിക്കും, കൃമിയെന്നൊക്കെ വിളിക്കും. അപ്പോഴും പൊടിയെന്ന് പറയുമ്പോഴും വടി പോലെ ഇരിക്കുന്നത് വേറെ കാര്യം. പക്ഷേ വേറൊരാൾ എന്നെ കൃമിയെന്ന് വിളിച്ചാൽ, വേറൊരാൾ എന്നെ പുഴുവെന്ന് വിളിച്ചാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശുവിനെ നോക്കി പ്രവാചകൻ പറയുന്നു, അവനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ. ഹല്ലേലൂയ. 22-ാം സങ്കീർത്തനവും യെശയ്യാവ് 53, 54 ഒക്കെ ചേർത്ത് വായിച്ചാൽ, 52 ഒക്കെ ചേർത്ത് വായിച്ചാൽ അവന് രൂപഗുണനായി തീർന്നു. പാപം വരുത്തിയ വൈരൂപ്യം, നമുക്ക് നഷ്ടപ്പെട്ട ദൈവതേജസ് പോയപ്പോൾ നമ്മൾ നഗ്നരാണ്. ആ നഗ്നത മറയ്ക്കുവാൻ 3 കാര്യങ്ങളാണ് ആദമും ഹവ്വയും ചെയ്തത്. പാപം നിമിത്തം നമുക്ക് നഷ്ടപ്പെടുന്നത്, ഞാൻ ആ ഭാഗം ഒന്ന് തൊട്ടിട്ട് പോകാം. പാപം നിമിത്തം നമുക്ക് പോകുന്നത് ദൈവ തേജസ്സാണ്. പാപം ചെയ്യുമ്പോൾ ജോലിയൊന്നും പോകത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത ഉടനെ തെറ്റിദ്ധരിക്കരുത്, ഉപദ്രവിക്കരുത്, അന്യഭാഷയൊന്നും പോകത്തില്ല.
എല്ലാവരും നിശബ്ദമായല്ലോ. പാപം ചെയ്താൽ പ്രസംഗിക്കാനുള്ള കഴിവൊന്നും എൻ്റെ കൂട്ടത്തിലുണ്ടേ. സ്വർഗത്തിൽ പോകത്തില്ല, അത് വേറെ കാര്യം. പാപം ചെയ്തുകൊണ്ട് പ്രവചന ശുശ്രൂഷയും പോകണമെന്ന് നിർബന്ധമൊന്നും ഈ ഫാൻ നിർത്തിയാലും കുറച്ചുകൂടെയൊക്കെ എന്ത് ചെയ്യും ദൈവാസ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നിൽക്കും, അത് ഉറപ്പാണ്, അന്ന് നാട്ടുകാരെല്ലാം അറിയും. പിന്നെ നമ്മൾ കമ്പിട്ട് കറക്കാനൊക്കെ നോക്കുമല്ലോ, അതുപോലെ ഇരിക്കും. പക്ഷേ ഹല്ലേലൂയ, പാപം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവ തേജസ്സാണ്. ദൈവ തേജസ് പോകുന്നവൻ്റെ പേരാ നഗ്നൻ. ഉടുതുണിയില്ലാതെ നടക്കുന്നവനാ അതിൻ്റെ അർത്ഥം. പാപം വരുത്തുന്ന വൈരൂപ്യം 4 പേര് കണ്ടാൽ അറയ്ക്കുന്ന നഗ്നതയാണ്. അതിന് പരിഹാരം 1, അവൻ അത്തിയില കൊണ്ട് തുന്നിക്കെട്ടുന്ന വസ്ത്രം പണിയാൻ തുടങ്ങി. 2, മരത്തിന് പുറകിൽ ഒളിക്കാൻ തുടങ്ങി. 3, ന്യായീകരണം നടത്താൻ തുടങ്ങി. മരത്തിൻ്റെ പുറകിൽ ഒളിച്ചത് കൊണ്ടോ അത്തി ഇല കൊണ്ട് വസ്ത്രം തുന്നിയത് കൊണ്ടോ ന്യായീകരണം നടത്തിയത് കൊണ്ടോ ദൈവ തേജസ് തിരികെ കിട്ടത്തില്ല. പകരം മറ്റൊരുവൻ എനിക്ക് വേണ്ടി യാഗമായി തീരണം. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂക്കപ്പെടണം, മരത്തിന്റെ പുറകിൽ ഒളിക്കപ്പെടുകയല്ല. വസ്ത്രം ചുറ്റി ഹല്ലേലൂയ നഗ്നത മറയ്ക്കുകയല്ല, വസ്ത്രം ഉരിഞ്ഞു മാറി പരസ്യകോലമായി യേശു മാറി. അവിടെയാണ് പാപപരിഹാരം. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ഞാനല്ല കുഴപ്പം, ഭാര്യയാണ്, ഞാനല്ല കുഴപ്പം, അവളാണ്, ഇവനാണ് എന്ന് പറഞ്ഞ് ന്യായീകരണമല്ല. ഹല്ലേലൂയ. ഇതാ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞ് സ്വയം വെടിഞ്ഞു മണ്ണിലേക്ക് ഒരുവൻ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ പാപത്തിന് പരിഹാരമുണ്ടാകൂ. ഹല്ലേലൂയ. അനുസരണക്കേട്, വിലക്കപ്പെട്ട കരിഭക്ഷിച്ച് ആട്ടിപ്പുറത്താക്കപ്പെട്ട് ഏദൻ പരദീസയ്ക്ക് പുറത്തേക്ക് നയിക്കപ്പെട്ട മനുഷ്യന് തിരിച്ചൊരു പരദീസ പ്രവേശനമില്ല, പാപത്തിന് പരിഹാരമില്ല, ഇനിയും ഇവന് ഒരു വീണ്ടെടുപ്പില്ല. മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് നീതി വിധി എഴുതി ന്യായപ്രമാണങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും യാഗങ്ങളും നേർച്ചകളും വഴിപാടുകളും പുരോഹിതന്മാരും ആചാര്യന്മാരും ഒരുപോലെ ഹല്ലേലൂയ വിളിച്ചു പറഞ്ഞു, ഇനിയും വീണ്ടെടുപ്പ് അസാധ്യം. കാളകളുടെയും ആടുകളുടെയും ഹല്ലേലൂയ പ്രാവുകളുടെയും രക്തം പുഴ പോലെ ഒഴുകിയിട്ടും മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യം. പൊന്നിനും വെള്ളിക്കും വിലയേറിയ രത്നങ്ങൾക്ക് മാത്രമല്ല ഈ അഖിലാണ്ടം മുഴുവൻ തീരെഴുതി കൊടുത്താലും മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് പറയുമ്പോഴാണ് ദൈവപുത്രൻ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ ഇവരെ വീണ്ടെടുത്തു കൊള്ളാം. ഹല്ലേലൂയ. ചെങ്കടൽ മുറിക്കാൻ വേണ്ടി കർത്താവിന് 5 പൈസയുടെ ജലമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറായെ മധുരമാക്കുവാൻ സ്വർഗത്തിന് ഒരു ചെലവുമില്ല. എന്തിനേറെ പറയുന്നു, സകല ചലിക്കുന്ന ചരാചരങ്ങളെയും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവനല്ലേ നമ്മുടെ ദൈവം. ഒരു ചെലവില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ എല്ലാം ഉളവായി വരും. അന്നും ഇന്നും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവം. പക്ഷെ സ്വർഗത്തിന് ചെലവായത് തൻ്റെ പുത്രനെ. ഹല്ലേലൂയ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് എടുക്കുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞത്. ഹല്ലേലൂയ. പിതാവ് മുഖം മറച്ചു കളഞ്ഞ് ആ ഏക സംഭവം മാനവജാതിയുടെ വീണ്ടെടുപ്പിന് ദൈവപുത്രൻ കാൽവരിയുടെ കൊലമരത്തിൽ പരമയാഗമായി തീരുന്നതാണ്. എന്താ കാരണം? പാപം നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവ തേജസ്സാണ്. നമ്മെ ഉടുത്ത് അണിയിച്ചൊരുക്കിയിരുന്നത് നമ്മളെ കണ്ട ആറകൂട്ടിരിക്കണം ദൈവത്തെ പോലെ. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്ന അവൻ്റെ സ്വരൂപം, അവൻ്റെ സാദൃശ്യം. ഇനി അതാ ചോദ്യം, എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപം, എന്താണ് ദൈവത്തിൻ്റെ സാദൃശ്യം? വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ എബ്രായ ലേഖന കർത്താവ് വിളിച്ചു പറയുന്നു, എഫേസ്യ ലേഖനം വിളിച്ചു പറയുന്നു, ഫിലിപ്പ് ലേഖനം വിളിച്ചു പറയുന്നു, യോഹന്നാൻ 1:14 വിളിച്ചു പറയുന്നു, വചനമായവൻ ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ നോക്കി ആ തേജസ്, ദൈവത്തിൻ്റെ തേജസ്. യേശുവാ ദൈവത്തിൻ്റെ തേജസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വരൂപം എന്താണ്? എബ്രായർ 1:3 മുതൽ അവൻ ദൈവത്തിൻ്റെ സ്വരൂപവും തത്വത്തിൻ്റെ മുദ്രയുമാണ്. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ യേശുവാണ്. അപ്പം ദൈവത്തിൻ്റെ രൂപം നഷ്ടപ്പെട്ടു. റോമർ 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ യേശു ഇല്ലാത്തതാ പാപം. അല്ലാതെ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ പഠിച്ചിട്ട് പാപത്തിൻ്റെ പ്രബന്ധം എഴുതിയിട്ട് എന്താ പാപമൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട. ഒരെണ്ണം പാപമല്ലെന്ന് പറയുമ്പോൾ നാളെ വേറൊരെണ്ണം പാപമായി പുറത്തു വരും. അതുകൊണ്ട് ഇന്ന് രാത്രി എളുപ്പമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് നിർവചിക്കാം, യേശു ഇല്ലാത്തതെല്ലാം പാപം. നിങ്ങളുടെ വാക്കിൽ യേശുവില്ലയോ, വീട്ടിൽ യേശുവില്ലയോ, കുടുംബജീവിതത്തിൽ യേശുവില്ലയോ, പ്രവൃത്തിയിൽ യേശുവില്ലയോ, നോട്ടത്തിൽ യേശുവില്ലയോ, എവിടൊക്കെ യേശുവില്ലയോ അതിൻ്റെ പേരാ പാപം. ഹല്ലേലൂയ. അങ്ങനെ നഷ്ടപ്പെട്ട ദൈവതേജസ്സാണ് യേശു മുഖാന്തരം നമുക്ക് മടക്കി ലഭിച്ചത്. അതിന്
ദൈവം മനുഷ്യരായി മാറിയെന്നാ പറയുന്നു. അതാ യേശുവിൻ്റെ മനുഷ്യത്വം. ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശു മനുഷ്യപുത്രൻ. യേശുവിൻ്റെ 4ാമത്തെ പുത്രത്വം, ഹല്ലേലൂയ, യേശു ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണ്, സകല അധികാരങ്ങളുമുള്ള. യോഹന്നാൻ പറയുന്നു, ഞാൻ ഈ പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം തന്നെ അതാ. അല്ലാതെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയത് കൊണ്ട് നിങ്ങളുടെ ആരുടെയും കല്യാണ പ്രശ്നം മാറ്റിത്തരുവാൻ യേശു ഉണ്ടെന്ന് പറയാൻ വേണ്ടി അല്ല ഞാൻ ഈ പുസ്തകം എഴുതി. നല്ല കാര്യം, അതൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഈ പുസ്തകം എഴുതിയത് യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും. 21 അധ്യായം ഞാൻ എഴുതിയതിൻ്റെ പിന്നിലെ ഏക ഉദ്ദേശം യേശു ദൈവപുത്രൻ. ഹല്ലേലൂയ. അതാ യേശുവിന് ഈ ഭൂമിയിൽ കെട്ടിയ ഏറ്റവും വലിയ സാക്ഷ്യം, യേശു കേട്ട ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടും ഓർത്തോണം. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ സാക്ഷ്യം ദൈവത്തിൻ്റെ മകൻ എന്ന സാക്ഷ്യം, ദൈവത്തിൻ്റെ മകൾ എന്ന സാക്ഷ്യം. ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾ ദൈവ മക്കളാണോ എന്ന ചോദ്യം. യേശുവിന് കിട്ടിയ സാക്ഷ്യം 30ാമത്തെ വയസ്സിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല, ഒരു കുരുടനെ സൗഖ്യമാക്കിയിട്ടില്ല. എന്തിനാണ് പറയുന്നു? ആരുടെയും പനി പോലും ആരും മാറ്റിയിട്ടില്ല, യേശു മാറ്റിയിട്ടില്ല. പക്ഷേ യേശു കൽപ്പനയനുസരിച്ച് സ്നാനജലത്തിലിറങ്ങി പുറത്തേക്ക് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ തൻ്റെ മേൽ ആവസിക്കുമ്പോൾ സ്വർഗം തുറന്നൊരു സാക്ഷ്യം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. അപ്പോൾ ആരാ ദൈവത്തിൻ്റെ പ്രിയ മക്കൾ? കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ. ഒരു സുവിശേഷ യോഗമായതുകൊണ്ടും ഞാനൊരു സുവിശേഷകനായതുകൊണ്ടും കർത്താവിനെ കണ്ടുമുട്ടിയവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ജനം, ഹല്ലേലൂയ, കർത്താവിനെ സേവിച്ചവരും സ്നേഹിക്കുന്നവരും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. പക്ഷേ എൻ്റെ ഈ ശബ്ദവീജിക്കുള്ളിൽ ആരെങ്കിലും ഇന്നോ നാളെയോ വരും ദിവസങ്ങളിലോ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവേ എന്ന് നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ അവിടുത്തെ കൽപ്പനയായ യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കപ്പെട്ട് ക്രിസ്തു ജീവന്റെ പുതുക്കത്തിലായതുപോലെ ഒരു ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് യേശുവിലുള്ള വിശ്വാസത്താൽ സ്വീകരിക്കുന്ന വിശ്വാസ സ്നാനം നിങ്ങൾ ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്ത് സ്നാനജലത്തിലേക്ക് ഇറങ്ങി യേശു കർത്താവെന്ന് പരസ്യമായി വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സ്വീകരിച്ച് പുറത്തു വരുന്ന യേശുവിന് കിട്ടിയ പേരാ ഇവൻ എൻ്റെ. ആരാ കർത്താവിൻ്റെ പ്രിയപുത്രൻ? കൽപ്പനയനുസരിക്കുന്നവർ, ദൈവവചനം അനുസരിക്കുന്നവരുടെ പേരാ ബിലോവഡ് സൺ, പ്രിയപുത്രൻ എന്ന് പറയുന്നു. 2, മറുരൂപമലയിൽ യേശുവിൻ്റെ 33.5 വർഷത്തെ ശുശ്രൂഷയുടെ അവസാന സമയം എത്തുകയാണ്. അപ്പം ഒരത്ഭുതം ചെയ്യാതിരുന്നപ്പോഴും, ഒരടയാളം ചെയ്യാതിരിക്കുമ്പോഴും, ഒരു പ്രസംഗം പ്രസംഗിക്കാതിരിക്കുമ്പോഴും ദൈവമക്കളെന്ന സാക്ഷ്യം കിട്ടും ദൈവത്തിൻ്റെ വചനം കൽപ്പന ചിട്ടയോടെ അനുസരിച്ച്. ഹല്ലേലൂയ. ഇനിയും 3.5 വർഷത്തെ ശുശ്രൂഷയുടെ അവസാനം മറുരൂപമലയിൽ താബോർ മലയിലേക്ക് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൈക്ക് പിടിച്ചുകൊണ്ട് കയറിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഖഭാവം മാറി, വസ്ത്രത്തിൻ്റെ നിറം മാറി, സ്നേഹിതരായി മോശയും ഏലിയാവും പ്രത്യക്ഷരായി യെരുശലേമിലെ കഷ്ടതയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിൻ്റെ നടുവിൽ ഒരു ശബ്ദം, 3 പേര് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. സ്തോത്രം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ 4 പേരുള്ള സഭായോഗം. എത്ര പേര് ഉറക്കവാ? 3 പേര്. ഞാനാണെങ്കിൽ അന്നേരം പ്രസംഗം നിർത്തി വീട്ടിൽ പോയേൻ. കാരണം ആകെ 4 പേര് എന്ന് പറഞ്ഞാൽ 75% കൂർക്കം വലിച്ച് ഒരു 5 പേരൊക്കെ ഉറങ്ങിയാലൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ അവരെ സൂക്ഷിച്ച് നോക്കും. പിന്നെ ഇപ്പം എനിക്ക് മനസ്സിലായി ക്ഷീണം കൊണ്ടാണ്, അല്ലാതെ വിരോധം കൊണ്ടൊന്നുമല്ല. ഇവിടെ ഇരുന്ന് ഇത്ര ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ശബ്ദത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇരുന്ന് ഉറങ്ങാൻ പറ്റിയാൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരാരുണ്ട്? സ്തോത്രമല്ലേ? അതൊന്നല്ലേ. അപ്പം അങ്ങനെ അവിടെ 3 പേര് കൂർക്കം വലിച്ചുറങ്ങിയ, പക്ഷെ ദൈവം സംസാരിച്ചു. 100 പേര് ഉറങ്ങിയാലും ഒരാൾ ഉണർന്നിരുന്നാൽ അവരോട് സംസാരിക്കും ദൈവം. ഈ പട്ടണത്തോട് ദൈവം പറയുന്നു, ആരൊക്കെ കണ്ണടച്ചിരുന്നാലും, ആരൊക്കെ ചെവി പൊത്തിപ്പിടിച്ചാലും, ആരൊക്കെ മുഖം തിരിച്ചു നടന്നാലും ഒരാൾ ഉണർന്നിരുന്നാൽ അവരോട് ദൈവം സംസാരിക്കും. യേശു ഉണർന്നിരുന്നു, യേശുവിനോട് സംസാരിച്ചു. അതെ, ഇന്ന് രാത്രികാലം ഉണർന്നിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ഹൃദയം തുറന്നവരോട്, കണ്ണ് തുറക്കുന്നവരോട്, ചെവി തുറക്കുന്നവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. വചനം കേൾക്കുന്നവരോട്, പ്രാർത്ഥിക്കുന്നവരോട്, പ്രാർത്ഥനയിൽ വ്യത്യാസമുണ്ടാകുന്നവരുടെ പേരാ പ്രിയപുത്രൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആ ഭാഗം പോകുക. അങ്ങനെ ഭർത്തിയുമായി അലറി നിലവിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് ലഭിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്. അതാണ് നമ്മുടെ 1ാമത്തെ ചിന്ത. ഈ വഴിയായി യേശു കടന്നു പോകുന്നു. ഈ പട്ടണത്തിൽ കൂടെ കഴിഞ്ഞ 3 ദിവസമായി സുവിശേഷത്തിന്റെ സനാതന സന്ദേശം വളരെ തന്മയത്തോടു കൂടി ദൈവദാസന്മാർ അവതരിപ്പിക്കുകയാണ്. ഈ വഴിയായി യേശു കടന്നു പോകുന്നു.
ഹല്ലേലൂയ. നിങ്ങളുടെ വീട് വഴിയായി യേശു കടന്നു പോകുന്നു. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ കൂടെ യേശു കടന്നു പോകുന്നു. അത്ഭുത അലലിയങ്ങളുമായി, അടയാളങ്ങളുമായി, വീണ്ടെടുപ്പുമായി യേശു കടന്നു പോകുന്നു. തിരിച്ചറിഞ്ഞ് അലറി വിളിച്ചോണം. ലഭിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തിക്കോണം. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇന്ന് തന്നെ കർത്താവിനെ കണ്ടുമുട്ടുക. യേശു നിങ്ങളുടെ വഴിയായി കടന്നു പോകുന്നു. യേശുവിനെ തിരിച്ചറിയണം. യേശുവിൻ്റെ സാന്നിധ്യം വീട്ടിലറിയണം. ലഭിക്കുന്ന ഈ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇനി എത്ര നാൾ ഈ മണ്ണിൽ ജീവിക്കും ആർക്കറിയാം. അടുത്തൊരു വൈറസ് വരുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ കട്ടിയുള്ള വ്യാഖ്യാനമൊന്നും കേട്ടു ആരും പേടിക്കണ്ട. കർത്താവ് ഇങ്ങ് വന്നോളും, പേടിക്കൊന്നും വേണം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ മൊത്തം വ്യാഖ്യാനം ഞാൻ ഇത്രയും പഠിച്ചു വെച്ചിരിക്കും, ഇത്രയും വർഷമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വേണമെങ്കിൽ നമുക്ക് പല യുദ്ധങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുക, ഇതൊക്കെ നല്ല കാര്യം, പഠിക്കാൻ വേണ്ടിയും പറയാൻ വേണ്ടിയൊക്കെ വെച്ചോ. പക്ഷെ ആകെ ഇത്രയേ ഉള്ളൂ, യേശു ഇന്നും സിംഹാസനത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22 അധ്യായത്തിലെ അരച്ച് കലക്കി കുറുക്കിയെടുത്താൽ 3 സന്ദേശമേ ഉള്ളൂ. നിങ്ങൾ അവിടുത്തെ ഹല്ലേലൂയ കറുത്ത കുതിരയും വെള്ളക്കുതിരയും മഞ്ഞക്കുതിരയും ഹല്ലേലൂയ സ്തംഭവും ദീപവും 666 പേടിച്ച് ആരും തലമുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ദൈവം ഇന്നും സിംഹാസനത്തിലുണ്ട്. 2 അവൻ മടങ്ങി വരും. 3 നമ്മളെ കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ വെളിപ്പാട് പുസ്തകം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതിനപ്പുറത്ത് നമുക്കൊരു ഭയവും വേണ്ട. യേശു ഒരു ദിവസം വരും. നീ എപ്പോഴാണ് വരുന്നത്? അത് അത്തി തളർക്കുന്നു, അതവിടെ തളർക്കട്ടെ. നമ്മുടെ എത്രയോ മാവ് തളർത്തു, ഹല്ലേലൂയ, എത്ര പ്ലാവ് തളർത്തു, മഞ്ഞപ്പശു, ചുമന്ന പശു അവിടെ കിടക്കട്ടെ. നമ്മുടെ വീട്ടിലുണ്ടല്ലോ കൊമ്പുള്ള കാളയൊക്കെ, അതൊന്നും ആർക്കും പേടിക്കണ്ട. മിഡിൽ ഈസ്റ്റ് യുദ്ധം അവർ കിടന്നടിക്കട്ടെ, കാശുള്ളതുകൊണ്ടല്ലേ അടിക്കുന്നത്. അതൊക്കെ ആയുധ കച്ചവടക്കാരുടെ ഗുസ്തിയാണ്. ഉക്രൈനിൽ റഷ്യയും കൂടെ വടക്കാണ്, അടിക്കട്ടെ. നമുക്കെന്താ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കട്ടെ, ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നുമല്ല യേശു വരുന്നത്. പുൽപ്പിറ്റിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ കാണുന്നു കേൾക്കുന്നു പറയുമ്പോഴല്ല, അവിടെ ഇവിടെ എന്ന് പറയുമ്പോഴല്ല. യേശു പറഞ്ഞു സാധാരണ 3 സംഭവം ഞാൻ പറയാം. അത് ഓർത്ത് വെച്ചോണം എല്ലാവരും. അമ്മച്ചിമാരും അപ്പച്ചന്മാരും സഹോദരന്മാരും എല്ലാവരും ഓർക്കണം. 3 സന്ദർഭത്തിലാണ് യേശു വരാനുള്ള ഏറ്റവും വലിയ സാധ്യത. ഒന്ന്, അന്ന് 2 പേർ വയലിൽ, എൻ്റെ അർത്ഥം എന്താ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര് വരും? കപ്പയ്ക്ക് തടമെടുക്കുമ്പോൾ യേശു വരും, ഉറപ്പാണ്. കമ്മിറ്റി കൂടുമ്പോഴും ആര് വരും? നമുക്ക് രണ്ടും ഒരുപോലാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ യേശു വരാൻ എപ്പോഴും സാധ്യതയുണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും. കള്ളക്കണക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആര് വരും? യേശു വരും. ഊമക്കെ തയ്ക്കുമ്പോൾ ആര് വരും? ഉറക്കെ പറഞ്ഞോട്ടെ, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. യേശു വരും. 2 പേർ വയലിലായിരിക്കും, അപ്പോൾ ആര് വരും? എന്തെങ്കിലും ജോലി പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സഭായോഗത്തിന്റെ നടുവിൽ 21 ദിവസത്തെ കാത്തിരിയോപ്പത്തിന്റെ നടുവിൽ മാത്രമല്ല, നിങ്ങളുടെ ഏത് പ്രവൃത്തിയുടെ ഇടയിലും യേശു വരും. ഹല്ലേലൂയ. പക്ഷേ ഒരാളെ പോകാൻ സാധ്യതയുള്ളതെന്ന് ആര് പറഞ്ഞത്? ആ പോകാത്ത കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തലെന്ന് ഇടയ്ക്കൊന്ന് പ്രാർത്ഥിച്ചേക്കണം. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ 2 പേർ എവിടെ ആയിരിക്കും? കിടക്കയിലായിരിക്കും. അപ്പൊ ആര് ഉറക്കത്തിൽ ആര് വരും? യേശു വരും. അയ്യോ, ഞങ്ങൾ വിചാരിച്ചു ഉണർന്നിരിക്കുമ്പോഴാ. എല്ലാ ദിവസവും ഉറങ്ങുന്നവരാണല്ലോ, 2 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നവരാണല്ലോ. അപ്പം യേശു വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ തെളിവ് നമ്മുടെ ഉറക്കത്തിൽ യേശു വരും. അപ്പം അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് നല്ല കാര്യം ഓർത്തുകൊണ്ട് വേണം കിടന്നുറങ്ങാൻ. നാളെ രാവിലെ എഴുന്നിട്ട് അവനോട്ട് 4 പെരുമാറണമെന്നും പറഞ്ഞുകൊണ്ടൊന്നും കിടന്ന് ഉറങ്ങരുത്. ഇപ്പം ഇവിടെ നിർത്തുക, രാവിലെ എഴുന്നേക്കട്ടെ, ബാക്കി നാളെ യേശു വന്നാലോ. നിങ്ങൾ പെരുമാറാതിരുന്നവൻ അങ്ങ് പോകും, നിങ്ങളിവിടെ കിടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉറക്കത്തിൽ യേശു വരാൻ സാധ്യതയുണ്ട്. 3, 2 പേർ എവിടെ ആയിരിക്കും? അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ഒന്നീ മാവ് പൊടിക്കുമ്പോൾ അല്ലെങ്കിൽ ദോശ കഴിക്കുമ്പോൾ. ഈ സമയത്ത് ആര് വരും? യേശു വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളും എന്ത് ചെയ്യരുത്, ഒത്തിരി അങ്ങ് ഭാരപ്പെടരുത്. അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യേശു വരാനുള്ള ഏറ്റവും വലിയ സാധ്യത, അതിൽ 50% പോകത്തുള്ളെന്ന് യേശു പറഞ്ഞത് കൊണ്ട് വളരെ സമാധാനത്തോടെ സന്തോഷിച്ചിരിക്കണം. 100 പേരുള്ള കുടുംബമാണെങ്കിൽ 50 കുടുംബത്തിൻ്റെ ഗതി ഓർത്ത് ഭാരപ്പെട്ടോണം. എന്നെ ആ കൂട്ടത്തിലെങ്ങും പെടുത്തല്ലേ എന്നായിരിക്കട്ടെ എല്ലാവരുടെയും ഈ വർഷത്തെ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പം യേശു വരാനുള്ള സാധ്യത, ഒരുങ്ങിയിരുന്നോണം, അവസരം പ്രയോജനപ്പെടുത്തണം. യേശു ഏത് സമയത്തും വരാം. അതുകൊണ്ട് ആ സദൃശ്യവാക്യത്തിൽ പറഞ്ഞത് ഉറുമ്പിനെ നോക്കി എന്ത് ചെയ്യണം? ബുദ്ധി പഠിക്കണം. സദൃശ്യവാക്യം 10-ാം അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ നിങ്ങൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പിന്. അതിന് വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നു? ആഹാരം ഭയങ്കര ദർശനമാണ്. കൊച്ചു തലയ്ക്കകത്ത് ഒരു വലിയ മഴ വരാൻ പോകുക.
അന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കുവാൻ പറ്റിയെന്ന് വരത്തില്ല. ഇന്ന് പരസ്യമായ സുവിശേഷ സ്വാതന്ത്ര്യം, ഇവിടെ നമുക്ക് യേശുവിനെ ഉയർത്താൻ പറ്റുന്നുണ്ട്. ഒരു കാലഘട്ടം വന്നേക്കാം വേദപുസ്തകം കൊണ്ടു നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തത്. അന്ന് എൻ്റെ ഉള്ളിനകത്ത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രവചന വാക്യത്തെ കരുതി വെച്ചിട്ടുണ്ട്. ആവോളം വേദപുസ്തകം വായിക്കുക, ആവോളം പ്രാർത്ഥിക്കുക, ആവോളം ആരാധിക്കുക. വരും ദിവസങ്ങളിൽ ഇരുട്ടിന്റെ നടുവിൽ തളർന്നു പോകാതിരിക്കേണ്ടതിന് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് കൊത്തി വരച്ചതുപോലെ വചനത്തെ ഹൃദിസ്ഥമാക്കുന്നവർക്കായി സ്തോത്രം. 2025 വചനത്തോടൊരു ആർത്തി അങ്ങുണ്ടാകട്ടെ. ഹല്ലേലൂയ. കൺവെൻഷൻ കഴിഞ്ഞ് 3 ദിവസം ദൈവദാസന്മാർ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ പോയി, നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി. നാളെ തൊട്ട് പിന്നെയും തദൈവം അല്ല. ഈ 2025 വേദപുസ്തകം നമ്മുടെ ഒരു സ്വപ്നമായി മാറി. ഹല്ലേലൂയ. നമ്മുടെ പുസ്തകം നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന പുസ്തകമാണെങ്കിൽ ഒന്ന് അടച്ചിട്ട് നോക്കിയാൽ മതി. വയറുന്തി നിൽക്കുന്ന പോലെ ഈ സങ്കീർത്തനം പുറത്തോട്ട് നിൽക്കും. കാരണം നമ്മൾ കൂടുതലും അതാണ് വായിക്കുന്നത്. മറ്റൊന്നും സമയമില്ല. കാരണം ഇത് നല്ല അകലത്തിൽ എഴുതി വെച്ചിരിക്കും. തൊട്ടപ്പുറത്തുണ്ട് സദൃശവാക്യം. നമ്മൾ വല്ലപ്പോഴും ഒന്നും നോക്കാറ് പോലും അത് എഴുതിയ പാട്ടി വായിച്ചായിരുന്നെങ്കിൽ അവൻ നന്നായി പോയാനല്ലോ. ആ പുള്ളി പോലും 3005 സദൃശവാക്യം എഴുതിയത്. അത് 3000 എഴുതിയിട്ട് നമുക്ക് ഇത്ര 1933 കിട്ടിയിട്ടുള്ളൂ. ബാക്കി എവിടാന്ന് അറിയത്തില്ല. 1005 സിയോൻ ഗീതാവലി പുള്ളി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ പുള്ളി ഒറ്റ പ്രാവശ്യം ഇത് വായിച്ചായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? പുള്ളി എഴുതിയ സങ്കീർത്തനമൊക്കെ 127 സ്വന്തം വീട് പണിയാത്തവൻ്റെ സങ്കീർത്തനം വായിച്ചിട്ടാണ് നമ്മൾ വീടിന് അധിഷ്ഠാനം ഇടുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ 128 ശലോമോന്റെ സങ്കീർത്തനമാണെന്ന്. തെറ്റിദ്ധരിക്കില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. പക്ഷേ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങോട്ട് കയറണം. ഈ വർഷക്കാലം നമ്മൾ അവിടേക്ക് വരാൻ പോവുകയാണ്. നമുക്കൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്ന അവസരമാണ്. ആകെ 1189 അധ്യായം ഉള്ളതാണ്. പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ 66 പുസ്തകം 1189 അധ്യായം 31,173 വാക്യം. ഒരു ദിവസം 3 അധ്യായം വെച്ച് വായിച്ചാൽ ഒരു വർഷം കൊണ്ട് ബൈബിൾ മൊത്തം. ഇത്ര സിമ്പിളാ. പക്ഷേ എത്ര പ്രതിഷ്ഠ എടുത്തതാ. ജനുവരി മാസം 7-ാം തീയതി ആകുമ്പോൾ തീർന്നു. ഈ വർഷം ഞാൻ ബൈബിൾ മൊത്തം രാവിലെ 2 അധ്യായം, വൈകിട്ട് 2, ഉച്ചയ്ക്ക് 1. പക്ഷെ ഉച്ചയായപ്പോഴത്തേന് ഇപ്പം 5-ാം തീയതി ആയിട്ടും 1-ാം അധ്യായത്തിൽ 31 നിൽക്കുന്നേ ഉള്ളൂ. അങ്ങോട്ട് ചലിച്ചിട്ടില്ല. കാരണം എന്താ? ഈ വചനം വായിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നീ ഉറക്കം വരാത്തപ്പോൾ ചുമ്മാ നിർത്ത് ബൈബിൾ വായിച്ചു നോക്കിയോ, കൂർക്കം വലിച്ചുറങ്ങിയിരിക്കും. ഹല്ലേലൂയ. എന്തിനാ അമ്മച്ചിക്ക് ഉറക്കമുളി കൊടുക്കുന്നത്? ഇരുന്നു കൊണ്ട് ബൈബിളൊന്ന് വായിച്ചു കൊടുത്താൽ മതി, തന്നെ കൂർക്കം വലിച്ച് ഉറങ്ങും. ഈ വചനത്തെ ഈ വർഷക്കാലം വചനം കണ്ടെത്തി ഭക്ഷിക്കണം. മുന്നോട്ട് പോവുകയാണ്. അപ്പം ഉറുമ്പ് ബലഹീന ജാതിയാണ്, നായകനില്ല. വേനൽക്കാലത്ത് തൻ്റെ ആഹാരം സമ്പാദിക്കുന്നു. നമുക്ക് ലഭിച്ച ഏറ്റവും നല്ല സുവർണ അവസരമാണ് പ്രാർത്ഥിപ്പാനും പാടാനും ആരാധിക്കാനും കൊടുക്കാനും വാങ്ങാനും ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിപ്പാനും ദൈവനാമത്തെ ഉയർത്തുവാനും. ആവോളം അധ്വാനിച്ചോ തകർത്ത് പെയ്തിറങ്ങാൻ പോകുന്ന പ്രതികൂലത്തിന്റെ മഴയുടെ നടുവിൽ ഒലിച്ചു പോകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. മഴ പെയ്തിട്ടല്ല പെട്ടകം പണിയേണ്ടത്. 100 120 കഴിയട്ടെ. മഴയുടെ ഉറവ തുറക്കുന്നതിന് മുമ്പ്, ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്നതിന് മുമ്പ്, ആഴിയുടെ ഭണ്ഡാരം തുറക്കുന്നതിന് മുമ്പ് ഞാനും എൻ്റെ കുടുംബത്തിനും സുരക്ഷതയ്ക്ക് ഞാൻ വിശ്വാസത്തോടെ ഒരു പെട്ടകം പണിയുമെന്ന് ഇന്ന് രാത്രി ചിലർ തീരുമാനിച്ചാട്ട്. 40 രാവും 40 പകലും പെയ്യട്ടെ. 150 ദിവസത്തോളം വെള്ളം പൊങ്ങട്ടെ. അരാരാത്ത് പർവ്വതത്തിന് 15 മുഴം ഉയരത്തിൽ പൊങ്ങട്ടെ. 9 മാസം 9 ദിവസവും വെള്ളം കെട്ടിക്കിടക്കട്ടെ. പക്ഷെ എൻ്റെ പെട്ടകത്തിന്റെ ഒരാണി പോലും എടുക്കത്തില്ല, ഇളകത്തില്ല. കാരണം ഇത് വിശ്വാസത്തിന്റെ പെട്ടകമാ. ഞാൻ മഴയ്ക്ക് മുമ്പേ ഇതിന്റെ പണി തീർത്തു. ഹല്ലേലൂയ. രോഗം വന്നിട്ട് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ രോഗശാന്തിയുടെ വരം ഇന്നേ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. കട്ടത വന്നിട്ട് കട്ടതയ്ക്ക് വേണ്ടി അലറി വിളിക്കാതെ കട്ടതയെ ജയിക്കുവാനുള്ള വിശ്വാസത്തിന്റെ ധൈര്യം ഇന്ന് രാത്രിയിലെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നിന്ന വരുമ്പോൾ തലതല്ലി കരയാതെ നിന്നകളെ അതിജീവിക്കുന്ന ക്രൂശിന്റെ സാക്ഷികളായി ഇന്ന് രാത്രി തീരുവാൻ എത്ര പേർ പ്രതിജ്ഞയെടുക്കും? ലഭിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തണം. ഇതാ യേശു ഈ വഴിയായി കടന്നു പോകുന്നു. 2 അതിൻ്റെ 48-49 വാക്യം. മർക്കോസ് 10:47-49. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അവന്റെ നിലവിളി കേട്ട് മുന്നിൽ നടക്കുന്ന എല്ലാവരുടെ വാ പൊത്തി പിടിക്കാൻ തുടങ്ങിയ ഇവന്റെ കരച്ചിൽ കേട്ടിട്ട്. കാരണം സൗഖ്യം കൊടുക്കാൻ പറ്റാത്തവരും ഇവന്റെ കണ്ണ് തുറക്കുന്നത് ഇഷ്ടമില്ലാത്തവരൊക്കെ ആയിരിക്കാം. മുന്നിൽ നടക്കുന്നവരെ എന്ത് ചെയ്തു? ശാസിച്ചു. മിണ്ടാതിരിക്കാൻ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പം ആരെങ്കിലും വെടിപൊട്ടുന്നവർ അല്ലെങ്കിൽ പുറകിരുന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യും? അങ്ങോട്ട് ഒറ്റ നോക്കും. കാരണം നമ്മളോ പറയത്തില്ല ഞാനില്ലാത്ത സാധനം ഇവനെവിടെ നിന്ന് കിട്ടിയെന്ന്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലയോ ഉറച്ച് ആരെങ്കിലും ഒരു അല്ലലിയ പറഞ്ഞ ആൾക്കാർ അങ്ങോട്ടൊക്കെ
കാരണം പണ്ട് അങ്ങനല്ലായിരുന്നു, എല്ലാവരും ഉച്ചത്തിൽ സ്തോത്രം പറയുന്നവരായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരും ഹല്ലേലൂയ ഉത്സാഹിപ്പിക്കുന്നത്, കൈ പൊക്കി ഒരു 3 ഹല്ലേലൂയ ഉച്ചത്തിൽ. കാരണം നിങ്ങൾ ആരും ഉച്ചത്തിൽ പറയത്തില്ലെന്ന് ഇവരുടെ വിചാരം. നമ്മൾക്ക് പറയുന്നത് നിങ്ങൾക്കുള്ള ആരോഗ്യം കൊണ്ട് നന്നായി കർത്താവിനെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്ത് മടങ്ങി വരാം. അപ്പൊ അങ്ങനെ ഇവന്റെ വാപത്തി പിടിക്കുകയാണ്. പക്ഷെ അവനോ അധികം, കാരണം ഇതെന്റെ അവസരമാണ്. ആരെങ്കിലും വാപൊത്തിയാൽ നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. ആരെങ്കിലും നിങ്ങളുടെ ആത്മീയത്തിന് വില പറഞ്ഞാൽ നിങ്ങൾ തലകുനിച്ച് പുറകോട്ട് പോകരുത്. ഇത് നിങ്ങളുടെ വഴി യേശു പോകുന്ന ദിവസമാണ്. ഈ 2025 ജനുവരി മാസം 5-ാം തീയതി വൈകാറായ സമയത്ത് 8:30 ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ഇത് നിങ്ങളുടെ ദിവസമാണെങ്കിൽ ഇവിടെ നിങ്ങൾ അലറിക്കോണം, ഇവിടെ നിങ്ങൾ ആവോളം കരഞ്ഞോണം, ഇവിടെ നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചോണം, നിങ്ങൾ പ്രാപിച്ച കൃപ ജ്വലിപ്പിക്കണം. ഇവിടെ അന്യഭാഷ പറഞ്ഞോണം. വാപൊത്താൻ 100 പേര് കാണും, ഹല്ലേലൂയ. കണ്ണടയ്ക്കാൻ 100 പേര് കാണും, മാറ്റി നിർത്താൻ 100 പേര് കാണും, മുഖം തിരിക്കുന്ന 1000 കാണും, ഹല്ലേലൂയ. എല്ലാവരും പുറകോട്ട് മാറിപ്പോകും. കൂട്ടത്തോടെ നടന്നവർ, കൂട്ടായി പ്രതിജ്ഞ ചെയ്തവർ കൂട്ടത്തോടെ വിട്ടുപോയെന്ന് വരും. പക്ഷെ ആത്മാവിൽ പാടിക്കോണം, എന്താനന്ദം, എനിക്ക് എന്താനന്ദം, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വഴി യേശു വരുന്നുണ്ട്. ആരൊക്കെ എൻ്റെ വാപൊത്തിയാലും, ആരൊക്കെ എന്നെ തിരിച്ചു നിർത്തിയാലും, ആരൊക്കെ എൻ്റെ മുഖം മറച്ചാലും, ആരൊക്കെ മൂടുപടമിട്ടാലും യേശു ഈ വഴി വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. അവനോ ഉച്ചത്തിൽ കരഞ്ഞു. ഇവൻ ആവശ്യക്കാരനാണ്. അവനോ ഉച്ചത്തിൽ കരഞ്ഞു. ആ കരച്ചിൽ, പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്, ഞാൻ എന്നെ ഓർപ്പിക്കുന്നില്ല. ദൈവ മക്കളുടെ 3 അടിസ്ഥാന കാര്യമാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ച 3 കാര്യങ്ങളിൽ 3 അടിസ്ഥാനമുണ്ട്. 1 Thessalonians 5:16-17. എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും ഈ 3 കാര്യം മറന്നു പോകാതെ നാം മതി. എപ്പോഴും എന്ത് ചെയ്തോണം? സന്തോഷിച്ചോണം. ഇടവിടാതെ എന്ത് ചെയ്തോണം? എല്ലാറ്റിനും എന്ത് ചെയ്തോണം? ഇത്ര മതി. ക്രിസ്ത്യ ജീവിതം ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട്, ഇനി അവൻ്റെ വായൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിക്കുമെന്ന് ഞാൻ ഓർക്കുന്നത്. എല്ലാവരും അവനെ മിണ്ടാതിരിപ്പാൻ കൽപ്പിച്ചു, ശാസിക്കുന്നു, ഭത്സിക്കുന്നു, എന്തൊക്കെയാണ് അവിടെ നടന്നത് ആർക്കറിയാം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പുള്ളി അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത ഒറ്റ നിലവിളി, പ്രതിസന്ധികളെ അതിജീവിച്ചോണം നിങ്ങൾ. ആരുടെയും സഹായം ഈ മണ്ണിൽ പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കാൻ ആൾക്കാരെ കിട്ടിയോ? ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ കരയാൻ ആളുണ്ടോ? സന്തോഷം. പക്ഷെ സ്വപ്നം കാണരുത്. സ്വന്തം മക്കളെ പോലും വലുതാകുമ്പം നിങ്ങൾക്ക് തുണയുണ്ടെന്ന് സ്വപ്നം കാണരുത്. ലോകം കണ്ട ഏറ്റവും ദൃഢമായ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അതാണ് ദൃഢമായ ബന്ധം. അതും കല്ലറ വരെയുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധവും ഇല്ല. ഭാര്യ മരിച്ച് 7 വർഷം കഴിഞ്ഞിട്ട് ഉയർപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ അച്ചാൻ പറയും, ഈ കാര്യം മേലെ എവിടെങ്ങും മിണ്ടിപ്പോകരുത്. തിരിച്ചു അങ്ങനെ തന്നെ. അതുകൊണ്ട് കല്ലറ കഴിയുമ്പോൾ ആ ബന്ധവും തീർന്നു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹം, അത് യേശുവിൻ്റെ ബന്ധം മാത്രമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു, ഞാൻ ഈ ഒരു സുവിശേഷകനായതുകൊണ്ടാണ് എല്ലാ വിഷയം തൊട്ടു പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഇവരെൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് ഒരൊറ്റ മാതാപിതാക്കളും എന്നോട് പിണങ്ങിയോ? കാരണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെയ്ത പോലല്ലേ അവർക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ കൂടെ ചെയ്യിക്കും, ആർക്കുള്ളെങ്കിലും ചെയ്തോളൂ. ആ കാര്യത്തിൽ പേടിക്കണ്ട. പക്ഷേ മക്കളല്ല തിരിച്ചു തരേണ്ടത്, പ്രതിഫലം ദൈവം തന്നു. അതിന് തെളിവെന്ന് പറയുന്നത്, മോശ 3-ാമത്തെ മാസത്തിൽ പട്ടകത്തിൽ കിടത്തി വെള്ളത്തിയിടുകയാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഫറവോൻ്റെ പുത്രി വന്നിട്ട് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഇവനെ തുറന്നിട്ട് മോശ എന്ന് പേരിട്ട് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത മോശ അവനെ വളർത്താൻ വേണ്ടി മിരിയാം ഓടി വന്നിട്ട് ബുദ്ധി ഉപയോഗിച്ച് മോശയുടെ അമ്മയായ യോക്കബദിനെ തന്നെ വിളിച്ചോണ്ട് വന്നു. യോക്കബദിനെ കൊണ്ട് നിർത്തിയിട്ട് മോശയെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഫറവോൻ്റെ പുത്രി പറഞ്ഞതാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ എല്ലാ മാതാപിതാക്കളും അടിവരയിട്ട് പ്രാർത്ഥിക്കേണ്ടത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലുണ്ട്. മോശയുടെ മാതാവിനോട് ഫറവോൻ്റെ പുത്രിയായ തെർത്തുമീഷ് ദേവി ഇങ്ങനെ പറഞ്ഞത്, നീ ഇവനെ എനിക്ക് വേണ്ടി വളർത്തണം, ഞാൻ പ്രതിഫലം തരാം. അത്രയേ ഉള്ളൂ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. ഞാൻ വളർത്തും, ദൈവം പ്രതിഫലം തരും. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിച്ചാൽ തലമുറയെ കൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഞാൻ വളർത്തും, ഇവനെ ഞാൻ ഇങ്ങനെ ആക്കുമെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ഇവനെ ദൈവത്തിന് വേണ്ടി വളർത്തും, ഞാൻ ഇവളെ ദൈവത്തിന് വേണ്ടി വളർത്തും. അതിൻ്റെ പ്രതിഫലം ഈ മണ്ണിലും വരുവാനുള്ള ലോകത്തിലും ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിക്കണം. അത് മക്കളിൽ കൂടെയാണോ എങ്ങനെയാണെന്ന് ദൈവം തീരുമാനിച്ചോളും. പക്ഷെ തമ്പുരാൻ വാക്കുമാറാത്തവൻ അവൻ പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ തടസ്സങ്ങളെ ഇവൻ അതിജീവിച്ചു.
ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചാട്ട് 10:50 വാക്യം. പുതപ്പിട്ടുകളഞ്ഞു. യേശു പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? വാബുത്തിയവരോട് പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. അവരെല്ലാം കൂടെ പറഞ്ഞു, ഗുരു നിന്നെ വിളിക്കുന്നു. അത് കേട്ട ഉടനെ അവൻ എന്ത് ചെയ്തു? തൻ്റെ പുതപ്പ് വലിച്ച് എറിഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. മൂന്നാമത്തെ ചിന്ത, വിടുതൽ വേണോ? വിലപ്പെട്ട ചിലതൊക്കെ വലിച്ചെറിയണം. ഹല്ലേലൂയ. ബർത്തിമായെ സംബന്ധിച്ച് അവൻ്റെ ഐഡന്റിറ്റി, അവൻ്റെ ലോകം അംഗീകരിക്കുന്ന അംഗീകാര പത്രം എന്ന് പറയുന്നത് ഈ പുതപ്പാണ്. രാത്രിയിലെ ശൈത്യത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ താൻ കവചമായി മറച്ച് പുതച്ചിരുന്ന പുതപ്പ് കാണുമ്പോൾ ആൾക്കാർക്കറിയാം ഇത് ബർത്തിമായി ആ പുതച്ച് മൂടിക്കിടക്കുന്നത്. ഇന്നത്തെ സാഹചര്യങ്ങളല്ലല്ലോ. പകല് ഇത് വിരിച്ചിരുന്നിട്ടാണ് നാണയത്തുട്ടുകൾ ഭിക്ഷയായി അവൻ വാങ്ങുന്നത്. ആൾക്കാർക്കറിയാം ആ ഇരിക്കുന്നത് ബർത്തിമായി അല്ലെങ്കിൽ ഭിക്ഷക്കാരനായ കുരുടനാണ്. അപ്പോൾ പകലാണെങ്കിൽ ഭിക്ഷക്കാരനെന്നും രാത്രിയാണെങ്കിൽ പുതച്ചുറങ്ങുന്നതും ഈ പുതപ്പാണ്. പക്ഷേ യേശു വിളിച്ചപ്പോൾ അവൻ ആദ്യമേ ചെയ്തത് ഈ പുതപ്പ്. എന്താ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. ഇനിയും തണുക്കത്തില്ലെന്നോ? ഹല്ലേലൂയ. ഇനി ഇത് ആവശ്യമില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇതൊരു വിശ്വാസയാത്രയാണ്. തിരിച്ച് പുതപ്പെടുപ്പാൻ ദൈവം എന്നെ സമ്മതിക്കത്തില്ല. ദൈവശബ്ദം കേട്ടവരുടെ ദൂത ഞാൻ ഈ പറയുന്നത്. ഒരിക്കൽ നിങ്ങളുടെ കാതുകളിൽ ക്രിസ്തുവിൻ്റെ ശബ്ദം മുഴങ്ങിയാൽ പിന്നെ പഴയത് പുതയ്ക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. പഴയ ഐഡന്റിറ്റി അല്ല നാളെ നിങ്ങളെ കാണുന്നവർ, അല്ലെങ്കിൽ അന്ധരായല്ല കാണാൻ പോകുന്നത്. അവൻ നിങ്ങളെ കാണുന്നത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ഓടുന്ന ഭർത്തിമായോട് ചോദിക്കും, നമ്മളാണെങ്കിൽ പുറകെ പോകുമല്ലോ. നിങ്ങൾ ഒരാൾ നടന്നു പോകുമ്പം എന്തെങ്കിലും സാധനം അവരുടെ കയ്യിൽ നിന്ന് വീണാൽ നമ്മളത് എടുത്തുകൊണ്ട് പുറകെ പോകുമ്പോൾ ആ പുള്ളി പറയുകയാണ്, ഇതെനിക്ക് വേണ്ട, ഞാൻ കളഞ്ഞതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇളിപ്പേരായി മടങ്ങുന്ന പോലാണ്. ഭർത്തിമായി പറയും, ഞാൻ കാഴ്ചയാലല്ല നടക്കുന്നത്, വിശ്വാസത്താൽ. എൻ്റെ വിശ്വാസം പറയുന്നു, എൻ്റെ ചെവിയിൽ മുഴങ്ങിയത് യേശുവിൻ്റെ ശബ്ദമാണ്. എന്നെ വിളിച്ചത് ആരാന്ന് എനിക്കറിയാം. അവൻ ഉണ്മയുള്ളവനാണ്. അവൻ വഴിയിൽ വിടത്തില്ല. ഈ തിരിച്ച് പുതപ്പെടുക്കുവാൻ അവൻ എന്നെ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി അപ്പ എന്ന് ആരെങ്കിലും അലറി വിളിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവേ ദാവീദ് പുത്ര എന്ന് ആരെങ്കിലും നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ നിലവിളി സ്വർഗത്തിലെത്തുകയും അതിന് മറുപടിയായി മകനെ എൻ്റെ അടുക്കൽ വാ എന്നൊരു ശബ്ദം നീ കേട്ടാൽ ഇന്ന് രാത്രി ഉറപ്പാ നിന്റെ പഴയ ജീവിതത്തിലേക്ക്, പഴയ പ്രതിസന്ധിയിലേക്ക്, പഴയ നിന്ദയിലേക്ക്, പഴയ വേദനയിലേക്ക്, പഴയ അപമാനത്തിലേക്ക് അവൻ നിന്നെ മടക്കി അയക്കുകയില്ല. ഇന്ന് വരെ കാണാത്ത ഒരു പുത്തൻ ജീവിതത്തിന്, പുത്തൻ ജീവിത ശൈലിക്ക് യേശു നിന്നെ ഉടമയാക്കി മാറ്റും. ഹല്ലേലൂയ. അതെ, ദൈവമക്കൾ പുതപ്പ് വലിച്ചെറിയേണ്ടവരാ. വേർപാട്, വിശുദ്ധി ദൈവമക്കളുടെ അലങ്കാരമായി മാറണം. പ്രൈസ് ദി ലോർഡ്. തേജോമനായ ദൈവത്തെ കണ്ടാൽ അബ്രഹാമിന് പിന്നെ കൽദയരുടെ മെസൊപ്പൊത്താമിയുടെ പട്ടണത്തിന്റെ, ഹല്ലേലൂയ, സുമേറിയം സംസ്കാരത്തിന്റെ കുയിനി ലിപികളൊക്കെയുള്ള കെട്ടിടങ്ങൾ പണിയുവാൻ ചുണ്ണാമ്പും കല്ലുമൊക്കെ ശില്പവിദ്യകളില്ല. മണ്ണിനോട് പിന്നെ ആർത്തിയില്ല. തേജോമനായ ദൈവത്തെ കണ്ടപ്പോൾ അബ്രഹാം ഊരുവിട്ടത് പോയതുപോലെ നവോമിയുടെ ദൈവമാരാ, ബേതലഹേമിന്റെ ദൈവമാരാ എന്ന വെളിപ്പാട് രൂത്തിന്റെ അകത്ത് കയറിയപ്പോൾ അവൾ മോവാബിനോട് വിട പറഞ്ഞതുപോലെ, യേശു ആരാണെന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പടകും വലയും വിട്ടതുപോലെ ഇന്ന് രാത്രി യേശു ആരാണെന്നറിഞ്ഞാൽ പഴയതിനോട് യാത്ര പറയണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർ വ്യത്യസ്തരായിരിക്കണം. അവരുടെ വാക്ക് വ്യത്യസ്തമായിരിക്കണം. അവരുടെ നടപ്പ് വ്യത്യസ്തമായിരിക്കണം. ജീവിത ശൈലി വ്യത്യസ്തമായിരിക്കണം. 4 പേരുടെ മുമ്പിൽ കൊണ്ട് നിങ്ങളെ നിർത്തിയാൽ നിങ്ങൾ ദൈവമക്കളാണെന്നറിയണം. ഹല്ലേലൂയ. സ്കൂളിൽ പോകാത്തവരാണ് പത്രോസും യാക്കോബും യോഹന്നാനും എന്നുള്ള മത്സ്യ തൊഴിലാളികൾ. അക്കാലത്ത് മത്സ്യബന്ധനം നല്ല തൊഴിൽ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് തൊഴിലിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് ഉച്ചനീചത്വങ്ങളൊക്കെ ഉള്ളത്, അവിടെ അതൊന്നുമില്ല. അല്ല, അതിന് കുഴപ്പമില്ല. പക്ഷേ സാധാരണക്കാരെ വിദ്യാഭ്യാസം കുറവാണ്. കാരണം തോറ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാഷ പറഞ്ഞാൽ 8ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും പഠിക്കാനൊന്നും വയ്യ, 4 അയല പിടിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമല്ലോ. അങ്ങനെ പടകും വലയും എടുത്ത് പിതാക്കന്മാർ ഒരുമിച്ച് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന യൗവനക്കാരായിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും നദനിയേലും ഒക്കെ. അവരെല്ലാം അവസാനം അവരെ യേശു മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റി. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആത്മനിറവുള്ളവരാക്കി അവരെ മാറ്റി. അവർ അസാധാരണ കരുത്ത് പ്രാപിച്ചു. സന്നഗതിരി സംഘമായി 71 അംഗങ്ങളുടെ മുമ്പിൽ ഇവർ നിൽക്കുകയാണ്. അപ്പോസ്തലർ പ്രവൃത്തി 4-ാം അധ്യായത്തിൽ അവരുടെ സംസാരം അങ്ങോട്ട് കേട്ടപ്പോൾ, എത്ര ദിവസമായി? 3.5 വർഷമായിട്ടുള്ളൂ മൊത്തം ഇവര് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, സ്കൂൾ വിട്ടിട്ട് പുറത്തിറങ്ങിയിട്ട്. പക്ഷേ അവരുടെ സംസാരം, അവരുടെ ധൈര്യം, അവരുടെ നടപ്പൊക്കെ കേട്ടപ്പോൾ സന്നഗതിരി സംഘത്തിൽ ഇരുന്നവർ പറഞ്ഞു, ഇവർ സാമാന്യ ജനങ്ങളും പഠിപ്പ്
എങ്ങനെ നിങ്ങൾക്കറിയാവുന്നത്? കാരണം കൂടെ ഇരുന്ന് പഠിച്ചവരാ ഇപ്പം ഇവിടെ കോട്ടിയിരിക്കുന്നത്. ഇവർ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചാടിപ്പോയപ്പോൾ ഇവർ മുന്നോട്ട് പഠിച്ചിട്ട് ഇവർ സന്നഗതിരി സംഘത്തിലെ നിയമജ്ഞരായി മാറി. അതുകൊണ്ട് അവർ പറഞ്ഞത് ഇവർ സാമാന്യ ജനങ്ങളും പഠിപ്പില്ലാത്തവരുമായിരുന്നു. പക്ഷേ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാൽ, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും വാക്സാമർത്ഥ്യം കണ്ടപ്പോൾ അവർ 71 പേരും കൂടെ ചേർന്ന് ഇങ്ങനെ പറഞ്ഞു, ഇവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞതിന്റെ സാരം ഇത്രയുള്ള ദൈവമക്കളെ, നാം ഹല്ലേലൂയ പുറത്തിറങ്ങിയാൽ ആൾക്കാർ പറയണം ഇത് ദൈവ പൈതലാണ്. ഞായറാഴ്ച സഭായോഗത്തിന് 10 തൊട്ട് 12 പേരെ അല്ല നമ്മൾ ദൈവമക്കള്. 365 ദിവസവും ചന്ത സ്ഥലത്താണെങ്കിലും ആരാധന സ്ഥലത്താണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും കൃഷിയിടത്തിലാണെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും സമൂഹത്തിൽ നിൽക്കുമ്പോഴും ലോകം അറിയണം ഇവർ ദൈവമക്കളാണെന്ന്. അതാ വേർപാടെന്ന് പറയുന്നത്. വ്യത്യസ്തരായി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കണം. അതില്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് പോയി. വിശുദ്ധി ഇല്ലെങ്കിൽ പെന്തിക്കോസുകാരൻ ആരല്ല? പെന്തിക്കോസുകാരനല്ല. ക്ലീൻ ഷേവൊക്കെ ചെയ്ത് വട്ടക്കഴുത്ത് മുട്ടത്തലയെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. പെന്തിക്കോസുകാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ വിശുദ്ധി. അത് വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും ചിന്തയിലും വിശുദ്ധരായിരിക്കണം. വേർപെട്ടവരായി നമ്മൾ ജീവിക്കണം. സ്തോത്രം. ഇതൊരു വിശ്വാസത്തിൻ്റെ നടപ്പാണ്. ഞാൻ എൻ്റെ സമയം പോയല്ലോ, അവസാനിപ്പിക്കുന്നു. അതിൻ്റെ 51-ാം വാക്യം ഒന്നും കൂടെ നാം വായിക്കാൻ പോകുന്നു. 51-ാം വാക്യം. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. നാം ആദ്യമേ വായിച്ച ചോദ്യമാണ്. അങ്ങനെ യേശുവിൻ്റെ മുമ്പിൽ സകലതും വലിച്ചെറിഞ്ഞ് വിശ്വാസത്തോടെ വന്നു നിൽക്കുന്ന ഈ അന്ധനായ മനുഷ്യനോട് യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? 2025 ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, ഈ വർഷത്തെ നിങ്ങളുടെ സ്വപ്നം എന്താ? ഈ വർഷത്തെ നിങ്ങളുടെ ശ്രേഷ്ഠകരമായ ആവശ്യം എന്താ? അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത്? അയ്യോ, ഇവൻ കണ്ണുപൊട്ടനല്ലേ? യേശുവിന് അറിയത്തില്ലേ ഇവന് കാഴ്ച വേണമെന്ന്? ഇവന് ജനിച്ചപ്പോൾ തന്നെ കുരുടനല്ലേ? യേശുവെ അങ്ങേക്ക് അറിയത്തില്ല ഇവന് കാഴ്ച വേണമെന്ന്. പക്ഷെ യേശു ചോദിക്കുന്നത്, നിനക്കറിയാമോ നിനക്കെന്താ വേണം? ഹല്ലേലൂയ. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നേരത്തെ ആദ്യമേ ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരുന്നു ചോദിക്കാനിരുന്നത്? പണ്ടൊരിക്കൽ ചോദിച്ചല്ലോ, ഹാമാൻ അല്ലല്ലേ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് പുള്ളി നേരത്തെ പോക്കറ്റ് എഴുതി വെച്ചുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ, അതുകൊണ്ട് ആ പെട്ടെന്ന് ഒരു തപ്പലും ഇല്ലാതെ പുള്ളി എന്ത് പറഞ്ഞത്? രാജാവിൻ്റെ കുതിര, രാജാവിൻ്റെ രഥം, രാജാവിൻ്റെ മോതിരം, രാജാവിൻ്റെ വസ്ത്രം, പട്ടണത്തിൽ കൂടെയുള്ള ഉയർച്ച, ഇതൊക്കെ പുള്ളി പണ്ടുകൊണ്ട് സ്വപ്നം കൊണ്ട് നടക്കി. ഏതാ ചോദിച്ചവർ? ഒരു സംശയം പോലും ഇല്ലല്ലോ പുള്ളിക്ക്. പറഞ്ഞല്ലോ, നമുക്കുകൊണ്ട് ഇങ്ങനെ ഇന്ന് രാത്രിയിൽ ദൈവം ഇങ്ങോട്ട് നേരിട്ട് ഇറങ്ങി വന്നിട്ട് എന്തോ വേണമെന്ന് ചോദിച്ചാൽ എല്ലാം നമ്മൾ ചോദിക്കാൻ റെഡിയാണ്. പക്ഷേ ഇവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കാശ് കിട്ടിയാൽ വീണ്ടും ഞാൻ ഇരുട്ടിക്കിടക്കും. വീട് വെച്ച് തന്നാൽ വീണ്ടും ഇരുട്ടിക്കിടക്കും. എനിക്ക് വേണ്ടത് ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് വേണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയങ്ങളാണ്. ഇന്ന് രാത്രി എന്താ നിങ്ങളുടെ ആഗ്രഹം? എൻ്റെ ഇരുട്ട് മാറണം, എൻ്റെ കുടുംബത്തിൻ്റെ ഇരുട്ട് മാറണം. ഞാൻ ഇന്ന് വരെ കാണാത്ത പോലെ എൻ്റെ അപ്പനെ അമ്മയെ എനിക്ക് കാണണം. എൻ്റെ ഭാര്യയെ എനിക്ക് കാണണം, ഒരു മനുഷ്യനായി കാണണം. എൻ്റെ ഭർത്താവിനെ ഒരു മനുഷ്യനായി കാണണം. എൻ്റെ വാക്കുകൊണ്ട് പലപ്പോഴും ഞാൻ പരസ്പരം വേദനിപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ കേട്ട ശബ്ദത്തിൻ്റെ പിന്നിലെ ആളത്വം എനിക്ക് കാണണം. എനിക്ക് കാഴ്ച വേണം. അകക്കണ്ണ് തുറക്കാൻ വേണ്ടി ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഈ പ്രസംഗത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അതാണ്. നമുക്ക് 2 ദൃഷ്ടികളുണ്ട്. മാംസദൃഷ്ടിയുമുണ്ട്, ഹൃദയ ദൃഷ്ടിയുമുണ്ട്. ഹല്ലേലൂയ. ഇന്ത്യയുടെ ആര്യ സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത കാണുവാൻ ഈ ഹല്ലേലൂയ പുറമെയുള്ള കണ്ണ് മതി. അറേബ്യൻ പൊന്നിൻ്റെ മഹത്വം കാണുവാൻ പുറമെയുള്ള കണ്ണ് മതി. ഓസ്ട്രേലിയയുടെ ആഡംബരം കാണുവാൻ പുറമെയുള്ള കണ്ണ് മതി. അമേരിക്കയുടെ ആഭിജാത്യം കാണുവാൻ പുറമെയുള്ള കണ്ണ് മതി. ഈ മണ്ണിലെ എന്തെല്ലാം കാണാനും പുറമെയുള്ള കണ്ണ് മതി. പക്ഷെ ദൈവമക്കളെ, അകത്തൊരു കണ്ണുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ അതിൻ്റെ പേരാ ഹൃദയദൃഷ്ടി. ഇന്ന് രാത്രി അത് പ്രകാശിച്ചെങ്കിലേ നിങ്ങൾ ആരാണെന്നറിയത്തുള്ളൂ, നിങ്ങളുടെ വിളി എന്താണെന്നറിയത്തുള്ളൂ, നിങ്ങളുടെ അകത്തുള്ള ശക്തി എന്താണെന്നറിയത്തുള്ളൂ, നിങ്ങളെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ദൗത്യം എന്താണെന്നറിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പന്തലിലിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങൾ, എന്നെ ശ്രവിക്കുന്ന മാന്യ മക്കൾ ഒരുമിച്ച് പറഞ്ഞാട്ട്, ഞങ്ങൾക്കൊരു കാഴ്ച വേണം. ഞങ്ങളുടെ ഇരുട്ട് മാറണം. കരച്ചിൽ നിമിത്തം കണ്ണടഞ്ഞു പോയ ഹാഗാർ, ഉൽപ്പത്തി 21:19. ഹല്ലേലൂയ. തൻ്റെ മകൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞവനെ കുറുങ്കാട്ടിൽ കിടത്തുമ്പോൾ ആഗാറിന് കണ്ണിനൊരു കുഴപ്പമില്ല. പക്ഷേ വചനം പറയുന്നു, ഉടനെ അവളുടെ കണ്ണ് ദൈവം തുറന്നു.
അവിടെ തൊട്ട് മുമ്പിൽ ഉറവ കണ്ടു. എവിടെ കരഞ്ഞോ, എവിടെ നിലവിളിച്ചോ, അവിടെ ദൈവത്തിൻ്റെ കരുതലുണ്ടെന്ന് കാണുവാൻ വേണ്ടി നാട് മൊത്തം തലയിട്ട് അലയ്ക്കണ്ട. അബ്രഹാമിൻ്റെ വീട്ടിൽ പോയി വാതുക്കൽ കൊട്ടണ്ട. വീട്ടുകാരോട് പരാതി പറയണ്ട. നീയും നിന്റെ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ ഉറവയുണ്ടെന്ന് കാണുവാൻ ഇന്ന് രാത്രി ചിലരുടെ കണ്ണ് തുറക്കട്ടെ. ആരൊക്കെയോ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ തലമുറയുടെ അണ്ണാക്കിൻ്റെ ദാഹം മാറ്റുവാൻ, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മദാഹം മാറ്റുവാൻ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ ഉറവ തുറക്കുവാൻ എവിടെ ഞാൻ മുട്ടണം, ആരോട് പോയി പറയണം എന്നൊക്കെ നിലവിളിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നത്. ദൈവാത്മാവ് പറയുന്നു, മാതാവേ നിനക്കും നിന്റെ മകനും, പിതാവേ നിനക്കും നിന്റെ മകൾക്കും ഇടയിൽ അവിടെ നീ കാണാത്തൊരു ഉറവയുണ്ട്. ഇന്ന് രാത്രി എൻ്റെ കണ്ണൊന്ന് തുറക്കണേ. എത്ര പേര് അലറിക്കരഞ്ഞ് പ്രാർത്ഥിക്കും, യഹോവേ എൻ്റെ കണ്ണൊന്ന് തുറക്കണേ, കർത്താവേ ഞാൻ കാണാത്ത ദൈവത്തിന്റെ ഉറവ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണേ. പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 22:31 വാക്യം. ബാലാക്കിന്റെ കൂലി കൊതിച്ചുകൊണ്ട് പണത്തിന്റെ കിലുക്കം കെട്ട് ഓടിപ്പോകുന്ന ബിലയാമിന്റെ കണ്ണ് ഇരുട്ടിൽ അടഞ്ഞിരിക്കുകയാണ്. കാഴ്ച കാണാം, കഴുതയെ കാണാം, പക്ഷെ കഴുത കണ്ട ദൂതനെ കാണുന്നില്ല. അവിടെ ദൈവം അവൻ്റെ കണ്ണ് തുറന്നു. അവൻ കണ്ടു ഒരു ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി. ദൈവത്തിൻ്റെ പ്ലാൻ കാണാൻ, ഞാൻ പോകുന്ന പോക്ക് ശരിയല്ല, എൻ്റെ വഴി ശരിയല്ല, ഇതല്ലല്ലോ ഞാൻ പോകേണ്ടത് എന്ന് കാണുവാൻ യഹോവേ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് എത്രയായവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ബർത്തിമായുടെ രോഗസൗഖ്യമല്ല എൻ്റെ പ്രസംഗ വിഷയം. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം ഞങ്ങളുടെ കണ്ണ് തുറന്നിട്ട് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ ആലോചന, ഏത് വഴി പോകണം, 2025 ഞാൻ പോകേണ്ടത് എതിലെയാണെന്ന് എനിക്കൊന്ന് കാട്ടിത്തരണേ. ഓ റബ ശഖനമന. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം. 2 രാജ 6:17. ഏലിശ അകത്ത മുറിക്കകത്തിരിക്കുക. ദോദാൻ എന്ന സ്ഥലത്ത് 100 ശിഷ്യന്മാർ ഒരുമിച്ച് പാർക്കുന്നു. ഇടുക്കമുള്ള മുറിയായിരുന്നു. യോർദാനോളം പോയി മരം വെട്ടി ഇവിടെ വിശാലമായ ഒരു മുറി പണിതു. അവിടെ പ്രവാചകശാല നടത്തുന്ന ഏലിശ ഒരു പ്രഭാതത്തിൽ ഇതാ ഏലിശയുടെ ദാസൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അരാമ്യ സൈന്യം മുഴുവൻ പർവ്വതം വളഞ്ഞിരിക്കുന്നു. ഓടിക്കേറി അകത്തോട്ട് പേടിച്ചു എന്ന് പറയും. അയ്യോ യജമാനനെ, നമ്മൾ കുടുങ്ങിപ്പോയി. ഇത് അരാമ്യ സൈന്യങ്ങൾ, രഥങ്ങൾ, അവരുടെ തേരുകൾ, കുതിരകൾ നമ്മളെ വളഞ്ഞിരിക്കുന്നു. ആ ഡോറ് പോലും തുറക്കാതെ, ജനലിൻ്റെ പാളി പോലും തുറക്കാതെ അകത്ത മുറിയിൽ നിന്ന് ഒരു ഭക്തൻ പറയുന്നു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. ഏലിശായെ, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി? വാതിൽ തുറന്നു നോക്കാതെ, ജനൽ തുറന്നു നോക്കാതെ എൻ്റെ പുറത്ത് ദൈവത്തിൻ്റെ സേനയുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഏലിശ പറഞ്ഞു തരും. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ചില നാളുകൾക്ക് മുമ്പ് യോർദാന്റെ തീരത്ത് ഹല്ലേലൂയ ആത്മാവിൻ്റെ ഇരട്ടി പങ്കു വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച അതേ സമയത്ത് അഗ്നിസേനകൾ ഇറങ്ങി വരുന്നത്, അഗ്നി അശ്വങ്ങൾ ഇറങ്ങി വരുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അതിനുശേഷം എനിക്ക് ഉറപ്പാ, എൻ്റെ വീടിന് ചുറ്റും ദൈവദൂതന്മാർ കാവലുണ്ടെന്ന്. ഇന്ന് രാത്രി രോഗം എന്നെ പിടിക്കട്ടെ, ദേഹം ക്ഷയിക്കട്ടെ, ദേഹി ദുഃഖത്താൽ തകരട്ടെ, എല്ലാം പ്രതികൂലമാകട്ടെ, എനിക്ക് ചുറ്റും ദൈവദൂതന്മാർ കാവലുണ്ട് എന്ന് കാണുന്ന കണ്ണുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാട്ടെ. 119-ാം സങ്കീർത്തനം 119-ാം സങ്കീർത്തനം 18-ാം വാക്യം. ഈ 2025 തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ വായിച്ച് തള്ളിയ പേജുകൾ, വാക്യം അല്ലിയ അധ്യായം, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മറഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, എന്നോ കുഞ്ഞിനു വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടിയുള്ള അത്ഭുതം കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഭർത്തിമായി പ്രാർത്ഥിച്ചു, എനിക്ക് കാഴ്ച വേണം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിൽക്കും. പാട്ടുപാടുന്ന ദൈവദാസന്മാർ നിങ്ങളെ പാട്ടിലൂടെ ദൈവസനിലേക്ക് നയിക്കും. അതിനു മുമ്പ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എത്ര പേര് ഇന്ന് പ്രാർത്ഥിക്കും? എൻ്റെ ആശ എനിക്കൊന്ന് കാണണം, ഇന്ന് വരെ കാണാത്ത ആത്മീയ അനുഗ്രഹങ്ങൾ 2025 എനിക്ക് കാണണം. മനം മടുക്കുന്ന മൺമയക്കും കാഴ്ചകൾ, വിൺമയേരൻ വീഴ്ചകൾ, ഇതൊന്നും എൻ്റെ മനം കലക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ കാണുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ പദ്ധതി കാണുന്നു. ഞാൻ കാണുന്നു, ദൈവത്തിൻ്റെ ഉറവ കാണുന്നു. ഞാൻ കാണുന്നു, ദൈവത്തിൻ്റെ വഴികൾ കാണുന്നു. ഞാൻ കാണുന്നു, ദൈവദൂതന്മാരെ കാണുന്നു. ഇനി ഏറ്റവും വലിയ കാഴ്ച ഞാൻ കാണാൻ പോകുക. ഹല്ലേലൂയ. 17-ാം സങ്കീർത്തനം 15-ാം വാക്യം. ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ഏറ്റവും താമസം വിനാ നമ്മളെ വിളിച്ച, നമ്മളെ സ്നേഹിച്ച, നമ്മളെ വീണ്ടെടുത്ത അരുമമണവാളനെ ക്രിസ്തു മടങ്ങി വരും.
കാലത്തിൻ്റെ ഗതികൾ മുന്നോട്ട് പോകുന്നു. ഈ ദിവസങ്ങളൊന്നിൽ കാഹളം ധ്വനിക്കും. തുമ്പോൺ അല്ല ഈ ഭാഗത്ത് പാർക്കുന്ന വിശുദ്ധന്മാരെ, ശബ്ദം കേട്ട മാന്യ സ്നേഹിതരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നനയാത്ത നാഴികയിൽ യേശു മടങ്ങി വരും. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങൾ അക്കരെ നാട്ടിലേക്ക് പോകുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശു വരാറായി. അക്കരെ നാട്ടിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്ന വിശുദ്ധന്മാരുടെ ചെവി തുറന്നിരിക്കുന്നു. യേശു വരാറായി. ഞങ്ങൾ ഈ മണ്ണ് വിട്ടു പോകാറായി. അല്ലെങ്കിൽ സ്വച്ഛസ്ഫടിക തങ്ക നിർമ്മിതമായ പുത്തനാം യെരൂശലേമിലേക്ക് ഞങ്ങൾ നടന്നു കയറാൻ പോകുന്നു. ഈ മണ്ണിൽ പാർക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, ദൈവത്തിന്റെ അത്ഭുതം കാണണം. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ എൻ്റെ യേശുവിനെ തേജസ്സോടെ കാണണം. എത്ര പേർക്ക് ഈ പ്രത്യാശയുണ്ട്? അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പ്രസംഗത്തിന്റെ സമാപനം, ഈ മണ്ണിലെ താൽക്കാലിക മോഹങ്ങളും ഈ മണ്ണിലെ പേരും പെരുമയ്ക്കും അപ്പുറത്ത് സ്വർഗീയ നന്മകൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ.